വെൽക്കം ടു ക്യൂബിറ്റ് അക്കാഡമി. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്ന 23/3/2024 മുതൽ 29/3/2024 വരെയുള്ള കറണ്ട് അഫയേഴ്സാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ആദ്യത്തെ ടോപ്പിക് എന്ന് നോക്കാം. ആദ്യത്തെ ടോപ്പിക് എന്താണ്? യുണൈറ്റഡ് നാഷൻസ് സെക്യൂരിറ്റി കൗൺസിലാണ്. ഓക്കെ, അതായത് നമ്മുടെ ആദ്യത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഏതാണ്? UNSC, യുണൈറ്റഡ് നാഷൻസ് സെക്യൂരിറ്റി കൗൺസിലാണ് എന്ത് ആദ്യത്തെ ടോപ്പിക്. എന്താണ് പറയുന്നത്? പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ദ ഇന്റർ ഗവൺമെന്റ് നെഗോസിയേഷൻസ് ഓൺ സെക്യൂരിറ്റി കൗൺസിൽ റിഫോം, ഇന്ത്യ ഹാസ് പ്രസന്റഡ് എ ഡീറ്റെയിൽഡ് മോഡൽ ഓൺ ബിഹാഫ് ഓഫ് ദ G4 നാഷൻസ് ഫോർ ദി യുണൈറ്റഡ് നാഷൻസ് സെക്യൂരിറ്റി കൗൺസിൽ റിഫോം. അതായത് എന്താണ്? യുണൈറ്റഡ് നാഷൻസ് സെക്യൂരിറ്റി കൗൺസിൽ റിഫോമിൻ്റെ ഭാഗമായിട്ട് G4 നാഷൻസിൻ്റെ ബിഹാഫായിട്ട്, അതായത് G4 നാഷൻസിൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഇന്ത്യ എന്ത് ചെയ്തിട്ടുണ്ട്? കുറച്ച് കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. അതാണ് ന്യൂസിൽ വന്നിരിക്കുന്നത്. അപ്പം നമ്മൾ ഇവിടെ പ്രധാനമായിട്ടും നോക്കേണ്ട എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് യുണൈറ്റഡ് നാഷൻസ് സെക്യൂരിറ്റി കൗൺസിൽ എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാനുള്ള ആരെക്കുറിച്ചാണ്? യുണൈറ്റഡ് നാഷൻസ് സെക്യൂരിറ്റി കൗൺസിലിനെ കുറിച്ചാണ് നോക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ എന്താണ് നമുക്കറിയാം, UN എന്താണ് 6 പ്രിൻസിപ്പൽ ഓർഗനൈസേഷൻസ് ഉണ്ട് അല്ലേ? 1945 വന്ന യുണൈറ്റഡ് നാഷൻസിൻ്റെ UN ചാപ്റ്റർ പ്രകാരം എന്താണ്? UN എന്നുണ്ട് 6 പ്രിൻസിപ്പൽ ഓർഗനൈസേഷൻസ് ഉണ്ട്. ഓക്കെ, ഏതൊക്കെയാണ് യുണൈറ്റഡ് നാഷൻസിൻ്റെ 6 പ്രിൻസിപ്പൽ ഓർഗനൈസേഷൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെയാണ്? ഒന്ന് എന്ന് വിളിക്കുന്ന ഏതാണ്? ജനറൽ അസംബ്ലിയാണ്. ഒന്ന് ഏതാണ്? ജനറൽ അസംബ്ലിയാണ്. ഇത് ഒന്നാമത്തെ പ്രിൻസിപ്പൽ ഓർഗൻ എന്ന് വിളിക്കുന്നത്. രണ്ടാമത്തെ എന്താണ്? UNSC ആണ്. നമ്മളിപ്പോൾ പറഞ്ഞ യുണൈറ്റഡ് നാഷൻസ് സെക്യൂരിറ്റി കൗൺസിലാണ്. മൂന്നാമത്തെ എന്താണ്? ഇക്കോണമിക് ആൻഡ് സോഷ്യൽ കൗൺസിലാണ്. മൂന്നാമത്തെ ഏതാണ്? ഇക്കോണമിക് ആൻഡ് സോഷ്യൽ കൗൺസിലാണ് ഏത് എന്ന് വിളിക്കുന്നത്? മൂന്നാമത്തെ എന്ന് വിളിക്കുന്നത്. ആൻഡ് നാലാമത്തെ ഏതാണ്? നാലാമത്തെ എന്ന് വിളിക്കുന്നത് ഏതാണ്? ട്രസ്റ്റിഷിപ്പ് കൗൺസിലാണ് നാലാമത്തെ. അഞ്ചാമത്തെ എന്ന് വിളിക്കുന്നത് ഏതാണ്? ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് ആണ്. ആൻഡ് ആറാമത്തെ ഏതാണ്? സെക്രട്ടേറിയറ്റ് ആണ്. ഓക്കെ, ആറാമത്തെ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? സെക്രട്ടേറിയറ്റ് ആണ് ആറാമത്തെ. അങ്ങനെ 6 പ്രിൻസിപ്പൽ ഓർഗൻസ് ആണ് ആർക്കുള്ളതായിട്ട് കാണാൻ പറ്റുക? UN ഉള്ളതായിട്ട് കാണാൻ പറ്റുക. ആ 6 പ്രിൻസിപ്പൽ ഓർഗനിൽ ഒന്നാണ് ഏത് എന്ന് വിളിക്കുന്നത്? യുണൈറ്റഡ് നാഷൻസ് സെക്യൂരിറ്റി കൗൺസിൽ എന്ന് പറയുന്ന 1945 പാസ്സാക്കിയ UN ചാപ്റ്റർ പ്രകാരമാണ് എന്ത് ചെയ്യുന്നത്? ഇത് നിലവിൽ വരുന്നത്. ഇനി ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ്? ന്യൂയോർക്ക് സിറ്റിയിലാണ് എന്ത് ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ്. അതുപോലെ തന്നെ ഇതിൻ്റെ ആദ്യത്തെ സെഷൻ എപ്പോഴാണ് സമ്മേളിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? ജനുവരി 17, 1946 ആദ്യത്തെ സെഷൻ സമ്മേളിക്കുന്ന എവിടെ? ലണ്ടനിലെ വെസ്റ്റ് മിനിസ്റ്റർ ചർച്ച് ഹൗസിൽ വെച്ചിട്ട്. നമുക്കറിയാം ഈ ലണ്ടനിലെ വെസ്റ്റ് മിനിസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫേമസ് ആണല്ലേ. കാരണം എന്താണ്? UK പാർലമെൻറ്റും സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? വെസ്റ്റ് മിനിസ്റ്ററിലാണ്. ഇനി ഇതിൽ 15 അംഗ മെമ്പേഴ്സാണുള്ളത്. അതിൽ 5 പേര് എന്ന് വിളിക്കുന്ന ആരാണ്? പെർമനൻറ്റ് മെമ്പേഴ്സാണ്. P5 എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന 5 പേരെന്താണ്? പെർമനൻറ്റ് മെമ്പേഴ്സാണ്. ഫോർ എക്സാമ്പിൾ US, UK, റഷ്യ, ഫ്രാൻസ്, ചൈന. ഈ 5 പേരെന്താണ്? പെർമനൻറ്റ് മെമ്പേഴ്സാണ്. ബാക്കിയുള്ളവരെന്താണ്? നോൺ പെർമനൻറ്റ് മെമ്പേഴ്സാണ്. ഓക്കെ, അതെന്ത് ചെയ്യും? ഓരോ 2 ഇയർ ടേംസിനാണ് എന്ത് ചെയ്യുക? ഇലക്ട് ചെയ്യുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക? കാണാൻ പറ്റുക. ഇനി ഇതിൻ്റെ പ്രസിഡൻസി എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓക്കെ, പ്രസിഡൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ആരാണ് അതിനെ ലീഡ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അതെന്താണ്? എവറി മന്ത് എന്ത് ചെയ്യാണ്? റൊട്ടേറ്റ് ചെയ്യാണ് ചെയ്യുക. ഓക്കെ, ഈ 15 അംഗങ്ങളുടെ ഇടയിൽ എന്ത് ചെയ്യും? ഓരോ മന്തും എന്ത് ചെയ്യും? റൊട്ടേറ്റ് ചെയ്യും. അതുപോലെ തന്നെ 2022 ഡിസംബറിൽ ഇതിൻ്റെ പ്രസിഡൻസി ആരുടെയിലായിരുന്നു? ഇന്ത്യയുടെ കയ്യിലായിരുന്നു. അപ്പോൾ ഓരോ മാസം കൂടുമ്പോഴും എന്ത് ചെയ്യും? ഇത് റൊട്ടേറ്റ് ചെയ്യാണ് ചെയ്യുക. ഇനി ഇവരുടെ വോട്ടിംഗ് പവേഴ്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു മെമ്പറിന് 1 വോട്ട് എന്നുള്ള രീതിയിലാണ് വോട്ടിംഗ് പവേഴ്സ്. പക്ഷേ P5 എന്തുണ്ട്? വീറ്റോ പവർ ഉണ്ട്. ഇപ്പോൾ ഉദാഹരണമായിട്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇപ്പോൾ 5 മെമ്പേഴ്സ് വോട്ട് ചെയ്യുന്നതെന്ന് വയ്ക്കുക. അതിൽ ഏതെങ്കിലും ഒരാൾ ഇത് ഒരു ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യത്തെ റിജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും എന്ത് ചെയ്യില്ല? അത് നിലവിൽ വരില്ല. അതാണ് വീറ്റോ പവർ. അവർക്ക് എന്തുണ്ട്? വീറ്റോ പവേഴ്സ് ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അതുപോലെ തന്നെ UNSC കമ്മിറ്റീസ് റെസൊല്യൂഷൻസ് വന്നിരിക്കുന്നത് പ്രധാനമായിട്ടും ടെററിസം ബേസ് ചെയ്തിട്ടാണ്. അതിൽ 2 വട്ടമാണ്. ഒന്ന് റെസൊല്യൂഷൻ 1373 എന്നുള്ള പേരിലും, അതുപോലെ തന്നെ ഒന്ന് റെസൊല്യൂഷൻ 1267 എന്നുള്ള പേരിലാണ്. അതുപോലെ തന്നെ പിന്നെ വരുന്നതാണ് ഇത് നോൺ പ്രൊളിഫറേഷൻ കമ്മിറ്റി എന്ന് വിളിക്കുന്നത്. ഇത് റെസൊല്യൂഷൻ 1540 എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. അതായത് ന്യൂക്ലിയർ, കെമിക്കൽ ആൻഡ് ബയോളജിക്കൽ വെപ്പൺസിനെതിരായിട്ടാണ്. ഇനി
ഇന്ത്യയും UNSCയും തമ്മിൽ എന്താണ് ബന്ധം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, സെർവ്ഡ് 7 times ആസ് നോൺ പെർമനൻറ്റ് മെമ്പർ, ഇലക്ടഡ് ഫോർ ദ 8th time ഫോർ ദി 2021-22 അഡ്വക്കേറ്റ്സ് എ പെർമനൻറ്റ് സീറ്റ്. അതുപോലെ തന്നെ എന്താണ് 7 സമയം എന്താണ് നോൺ പെർമനൻറ്റ് മെമ്പറായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, സെലക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ 8ാമത്തെ ടൈം എപ്പോഴാണ് 2021-22 അതുപോലെ തന്നെ പെർമനൻറ്റ് സീറ്റ് നമ്മൾ ശ്രമിക്കുന്നുണ്ട്. ഇനി എന്താണ് ആർഗ്യുമെൻറ്റ്സ്, പെർമനൻറ്റ് സീറ്റ് വേണം എന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, 43 പീ കീപ്പിംഗ് മിഷൻസ് നമ്മുടെ ഭാഗത്തു നിന്നുണ്ട്. അതുപോലെ തന്നെ ആക്റ്റീവ് പാർട്ടിസിപ്പേഷനാണ്. അതുപോലെ തന്നെ ഹ്യൂമൻ റൈറ്റ്സ് ഡിക്ലറേഷനിൽ വലിയൊരു പങ്കാളി വഹിച്ചിട്ടുണ്ട്, ഇന്ത്യ വഹിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യയുടെ പോപ്പുലേഷൻ, ടെറിട്ടോറിയൽ സൈസ്, GDP, എക്കോണമിക് പൊട്ടൻഷ്യൽ, അതുപോലെ തന്നെ കൾച്ചറൽ ഡൈവേഴ്സിറ്റി, പൊളിറ്റിക്കൽ സിസ്റ്റം, ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ എന്താണ് പെർമനൻറ്റ് മെമ്പർ ആവാൻ എന്തുകൊണ്ടും യോഗ്യരാണ് ഇന്ത്യക്കാർ. അതുകൊണ്ട് തന്നെ നമ്മൾ പൂർണ്ണമായിട്ടും എന്തിനു ശ്രമിക്കുന്നുണ്ട്, ഒരു പെർമനൻറ്റ് സീറ്റിന് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ശ്രമിക്കുന്നതായിട്ട് കാണാൻ പറ്റും. ഇനി നമ്മൾ നേരത്തെ ആദ്യം പറഞ്ഞാണ് G4 എന്ന് പറയുന്നത് എന്താണ്, ഗ്രൂപ്പ് ഓഫ് 4 കൺട്രീസിനെ വിളിക്കുന്ന പേരാണ് ഇത്, G4 എന്ന് വിളിക്കുന്നത്. ഉദാഹരണമായിട്ട് ബ്രസീൽ, ജർമ്മനി, ഇന്ത്യ, ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങൾ അടങ്ങുന്നതാണ് ഇത് G4 എന്നുള്ള പേരിൽ എന്ത് ചെയ്യുന്നത് വിളിക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ നോക്കാറുള്ളത് UNSCയുമായി ബന്ധപ്പെട്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ അല്ലെങ്കിൽ യുണൈറ്റഡ് നാഷൻ സെക്യൂരിറ്റി കൗൺസിലുമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്യാം, ഇത്തരം ക്വസ്റ്റ്യൻസ് ഒക്കെ എന്ത് ചെയ്യാറുണ്ട്. ഫോർ എക്സാമ്പിൾ എന്താണ് G4 എന്നൊക്കെ എന്താണ് ചോദിക്കാൻ സാധ്യതയുള്ള കാര്യമാണ്. അത് ചിലപ്പോൾ കറണ്ട് അഫയേഴ്സ് വന്നതുകൊണ്ട് എന്ത് ചെയ്യാം, സ്റ്റാറ്റിക് GK എന്ന് എന്ത് ചെയ്യാം ചോദ്യങ്ങൾ വരാം. ഇപ്പോൾ നമുക്കറിയാം കറണ്ട് അഫയേഴ്സ് വന്നാലും അതുമായി റിലേറ്റ് ചെയ്ത് കിടക്കുന്ന സ്റ്റാറ്റിക് GK എന്ന് എന്ത് ചെയ്യാറുണ്ട്, ചോദ്യം വരാറുണ്ട്. ഓക്കെ, അപ്പോൾ അത്തരം കാര്യങ്ങൾ എന്ത് ചെയ്യണം, നമ്മൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം, ശ്രദ്ധിച്ചിരിക്കണം എന്നുള്ളതാണ്. ക്ലിയർ? ഇതാണ് ആദ്യത്തെ ന്യൂസ്. ഇനി അടുത്ത ന്യൂസ് എന്താണ് വരുന്നത്, ഇൻ്റർനാഷണൽ എനർജി ഏജൻസിയാണ്. എന്താണ്, റീസെൻ്റ്ലി ദ ഇൻ്റർനാഷണൽ നാർക്കോട്ടിക്സ് കൺട്രോൾ ബോർഡ് ഓൺ ഇറ്റ്സ് 2023 ആനുവൽ റിപ്പോർട്ട് ഹൈലൈറ്റഡ് ദാറ്റ് ഡ്രഗ് ട്രാഫിക്കിംഗ് ഹാസ് ഇൻക്രീസ് ആൻഡ് അവൈലബിലിറ്റി ഓഫ് ഡ്രഗ്സ് ഇൻ ദ ഇലിസിറ്റ് മാർക്കറ്റ്. ഓക്കെ, അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത് ന്യൂസിൽ വരുന്നത്. എന്താണ് ഇൻ്റർനാഷണൽ എനർജി ഏജൻസി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു ഇൻഡിപെൻഡൻറ്റ് ഇൻ്റർ ഗവൺമെൻറ് ഓർഗനൈസേഷനാണ്. ഇത് ഈ എനർജി ഏജൻസി എന്ന് പറയുന്ന 1974 എന്ത് ചെയ്യുന്നത്, പാരീസ്, ഫ്രാൻസിൽ ഇത് നിലവിൽ വരുന്നതായിട്ട് കാണാൻ പറ്റുക. ഇനി ഇതിൽ പ്രൈമറി ഇതിൻ്റെ ഒബ്ജക്റ്റീവ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, ഇവർ പ്രധാനമായിട്ടും പബ്ലിഷ് ചെയ്യുന്നത് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്, ഉദാഹരണമായിട്ട് വേൾഡ് എനർജി ഔട്ട്ലുക്ക് റിപ്പോർട്ട്, അതുപോലെ തന്നെ എന്താണ് വേൾഡ് എനർജി ഇൻവെസ്റ്റ്മെൻറ്റ് റിപ്പോർട്ട്, അതുപോലെ തന്നെ ഇന്ത്യ എനർജി ഔട്ട്ലുക്ക് റിപ്പോർട്ടൊക്കെ ഇവരുടെ ഭാഗമാണ്. 2017 ഇന്ത്യ ഏതിൻ്റെ ഭാഗമാവുന്നത്, ഇൻ്റർനാഷണൽ എനർജി ഏജൻസിയുടെ ഭാഗമാകുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ സാധിക്കുക എന്നുള്ളതാണ്. ക്ലിയർ? ഇനി ഈ മിത്തേൻ എമിഷൻസ് ട്രാക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ എന്താണ് ട്രാക്കിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇവർ ഏതൊക്കെ രീതിയിലുള്ള കാര്യങ്ങളാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇപ്പോൾ ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് കൊണ്ടുവന്നിട്ടുള്ള ഏതൊക്കെയാണ്, ഹരിതധാര, HD, അതുപോലെ തന്നെ BS5 എമിഷൻ നോംസ്, അതുപോലെ തന്നെ നാഷണൽ ആക്ഷൻ പ്ലാൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച് NAPCC, അതുപോലെ തന്നെ ഗ്ലോബലിൽ എന്തൊക്കെയാണ് കൊണ്ടുവരുന്നത്, മീത്തേൻ അലേർട്ട് ആൻഡ് റെസ്പോൺസ് സിസ്റ്റം മാസ്, അതുപോലെ തന്നെ ഗ്ലോബൽ മീത്തേൻ പ്ലഡ്ജ്, അതുപോലെ തന്നെ ഗ്ലോബൽ മീത്തേൻ ഇനിഷ്യേറ്റീവ് GMI, അതുപോലെ തന്നെ മീത്തേൻ സാറ്റൊക്കെ എന്താണ് ഇതിൻ്റെ ഭാഗമായി വരുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കാണാൻ പറ്റും എന്നുള്ളത് ഇതിൻ്റെ പ്രത്യേകതയാണ്, ഇതിൻ്റെ പ്രത്യേകതയാണ്. ക്ലിയർ? നെക്സ്റ്റ് വൺ എന്താണ്, നെക്സ്റ്റ് ന്യൂസ് എന്താണ്, സുപ്രീം കോർട്ട് വാംസ് പതഞ്ജലി ആയുർവേദ ഓൺ മിസ്ലീഡിംഗ് ക്ലെയിംസ്. ഓക്കെ, എന്താണ് ന്യൂസ്, ദ സുപ്രീം കോർട്ട് ഇൻ ഇന്ത്യ ഹാസ് warned Patanjali Ayurveda, a popular Ayurvedic product company, against making false claims in their advertisement about the curing disease. അതായത് എന്താണ്, ഇപ്പോൾ നമുക്കറിയാം പതഞ്ജലി ഗ്രൂപ്പ് എന്ന് പറയുന്നത് എന്താണ്, അവരുടെ പ്രൊഡക്റ്റുകൾ നമുക്ക് എന്ത് ചെയ്യും, മാർക്കറ്റിൽ കിട്ടും അല്ലേ. പക്ഷേ ഇതെന്ത് ചെയ്തു, സുപ്രീം കോർട്ട് പറയുന്നത് എന്താണ്, ഈ മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ മാർക്കറ്റിലേക്ക് ഏത് പ്രൊഡക്റ്റ് എത്തുമ്പോഴും കമ്പനി അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും, മാർക്കറ്റിംഗ് ചെയ്യും. ഈ മാർക്കറ്റിങ്ങിൽ അവരെന്ത് ഉപയോഗിച്ചു, ഫേക്ക് ന്യൂസ് എന്ത് ചെയ്തു ഉപയോഗിച്ചു എന്നുള്ളതാണ് അലിഗേഷൻ. എന്താണ്, ഫേക്ക് ന്യൂസ് ഉപയോഗിച്ചു. അതായത് ഇത്തരം പ്രൊഡക്റ്റുകൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും, ഇത്തരം കാര്യങ്ങൾ മാറും, അല്ലെങ്കിൽ ഇത്തരം രോഗങ്ങൾ അല്ലെങ്കിൽ ഡിസീസസ് മാറും എന്നുള്ള ഫേക്ക് ന്യൂസ് എന്ത് ചെയ്തിട്ടുണ്ട്, ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എന്താണ് ഇവർക്കെതിരായിട്ട് എന്താണ് ഒരു കേസായി വരുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റുക. ഓക്കെ, ഇത് എന്തുമായി ബന്ധപ്പെട്ടാണ് അല്ലെങ്കിൽ എന്തിൻ്റെ ബേസിലാണ്, ഏത് നിയമത്തിൻ്റെ ബേസിലാണ് ഇത് കേസ് എടുത്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് പറയുന്നത് ദ ഡ്രഗ്സ് ആൻഡ് മാജിക്കൽ റെമഡീസ് Objectionable Advertisement Act 1954 regulates drug advertisement and bans promotions on certain magic remedies.
in prohibited and falsely represent a drug nature effectiveness and those promoting drugs for specific disease listed in the act. അതായത് എന്താണ് ഈ നിയമപ്രകാരം ഡ്രഗ്സ് ആൻഡ് മാജിക് റെമഡീസ് ഒബ്ജക്ഷണബിൾ അഡ്വർടൈസ്മെൻറ്റ് ആക്ട് 1954 പ്രകാരം, അതായത് ഇതിൽ പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൽ ചില ഡിസീസസ് പറയുന്നുണ്ട്. ഓക്കെ, ഇതിൽ ചില ഡിസീസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല. ഫോർ എക്സാമ്പിൾ ഇന്ന ഡിസീസുകൾക്ക് മരുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, പക്ഷേ അത്തരം ഡിസീസുകൾക്ക് മരുന്നുണ്ട് അല്ലെങ്കിൽ ഒരു മാജിക്കൽ റെമഡി ഉണ്ട് എന്നുള്ള രീതിയിൽ അഡ്വർടൈസ്മെൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഓക്കെ, അഡ്വർടൈസ്മെൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? അതിനെതിരെ കേസെടുക്കാൻ പറ്റും. ഉദാഹരണമായിട്ട് ടെലിമനസ് അല്ലെങ്കിൽ മന്ത്രാസ്, അതേപോലെ കവചാസ്, അല്ലേ, ഇത്തരം കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ടെന്നാണ് അതിന് റെമഡി കണ്ടെത്താൻ പറ്റുമെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? അതിനെതിരെ എന്ത് ചെയ്യാൻ പറ്റും? കേസെടുക്കാൻ പറ്റുമെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അത് പ്രകാരമാണ് എന്ത് ചെയ്യുന്നത്? കേസെടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതിനെതിരെയാണ് നിലവിൽ എന്ത് ചെയ്തിട്ടുണ്ട്? സുപ്രീം കോടതി നിലവിൽ കേസെടുത്തിരിക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക? നമുക്ക് കാണാൻ സാധിക്കുക എന്നുള്ളതാണ്. ക്ലിയർ? അപ്പോൾ അതുമായി ബന്ധപ്പെട്ടാണ് പതഞ്ജലി ഇപ്പോൾ എന്ത് ചെയ്യുന്നത്? ന്യൂസിൽ വന്നിരിക്കുന്ന ആ ആക്ടിൻ്റെ പേരെന്ത് ചെയ്യുക? ഓർത്ത് വയ്ക്കുക. നെക്സ്റ്റ് വൺ, Paytm gets third party license from NPCI. നമുക്കറിയാം, ഇപ്പോൾ ഉദാഹരണമായിട്ട് കുറച്ച് കാലം മുമ്പ് അല്ലേ Paytm പേയ്മെൻറ്റ് ബാങ്ക് പൂർണ്ണമായിട്ടും എന്ത് ചെയ്തിരുന്നു? ഫെബ്രുവരി 29 കൂടിയിട്ട് എന്ത് ചെയ്തു? പ്രവർത്തനം പൂർണ്ണമായിട്ടും അവസാനിച്ചിരുന്നു, അല്ലേ? ഇനി ഇവിടെ Paytm എന്താണ് ന്യൂസിൽ വരാൻ കാരണം? ദ നാഷണൽ പേയ്മെൻറ്റ്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, അതായത് എന്താണ്? നാഷണൽ പേയ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, ദാറ്റ് മീൻസ് NPCI has recently granted approval to the Paytm owner, that means 197, അതായത് Paytmൻ്റെ മദർ കമ്പനിയാണ് ഏതെന്ന് വിളിക്കുന്നത്? 197 എന്ന് വിളിക്കുന്നത് കമ്മ്യൂണിക്കേഷൻ ലിമിറ്റഡ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ യൂണിഫൈഡ് പേയ്മെൻറ്റ് ഇൻ്റർഫേസ് UPI ആസ് എ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ പ്രൊവൈഡർ, ദാറ്റ് മീൻസ് TATP അണ്ടർ ദി മൾട്ടി ബാങ്ക് മോഡൽ. അതായത് എന്താണ്? ഒരു മൾട്ടി ബാങ്ക് മോഡലിൽ ഇപ്പോൾ നമ്മുടെ ഫോർ എക്സാമ്പിൾ ഗൂഗിൾ പേ ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ടല്ലോ, ഈ ഗൂഗിൾ പേ ഒക്കെ വർക്ക് ചെയ്യുന്ന പോലെ തന്നെ യൂണിഫൈഡ് പേയ്മെൻറ്റ് ഇൻ്റർഫേസിൻ്റെ ഭാഗമായിട്ട് ആർക്ക് വർക്ക് ചെയ്യാം? Paytmന് വർക്ക് ചെയ്യാം. അതായത് എന്തായിട്ട്? ഒരു തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ പ്രൊവൈഡറായിട്ട്, അതായത് എന്താണ്? ഒരു TPAP ആയിട്ട് വർക്ക് ചെയ്യാനുള്ള ലൈസൻസാണ് നിലവിൽ എവിടെ നിന്ന് കിട്ടിയിരുന്നത്? നമ്മുടെ NPCIയിൽ നിന്നും കിട്ടിയിരിക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക? നമുക്ക് കാണാൻ പറ്റുക. ഇതാണ് ഇത് ന്യൂസിൽ വരാനുള്ള ഒരു റീസൺ എന്ന് വിളിക്കുന്നത്. എന്താണ് പറയുന്നത്? ദ ആക്സിസ് ബാങ്ക്, HDFC ബാങ്ക്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആൻഡ് യെസ് ബാങ്ക് വിൽ ആക്ട് ആസ് ദ പേയ്മെൻറ്റ് സിസ്റ്റം പ്രൊവൈഡർ ബാങ്ക്സ് ടു Paytm. അതായത് എന്താണ്? Paytmൽ പേയ്മെൻറ്റ് സിസ്റ്റം പ്രൊവൈഡറായിട്ട് ഏതൊക്കെ ബാങ്കുകൾ പ്രവർത്തിക്കുന്ന അറിയുന്ന ആക്സിസ് ബാങ്ക്, അതുപോലെ തന്നെ എന്താണ് HDFC ബാങ്ക്, അതുപോലെ തന്നെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, അതുപോലെ തന്നെ യെസ് ബാങ്ക് ഒക്കെ എന്ത് ചെയ്യും? പ്രവർത്തിക്കും എന്നാണ് പറയുന്നത്. പ്രീവിയസ്ലി Paytm ഓപ്പറേറ്റഡ് ത്രൂ ഇറ്റ്സ് ഓൺ പേയ്മെൻറ്റ് ബാങ്ക് ലൈസൻസ്. അതായത് നമുക്കറിയാം ഫെബ്രുവരി 29 വരെയും അവരുടെ പേയ്മെൻറ്റ് ബാങ്കിൻ്റെ ലൈസൻസ് വെച്ചിട്ടാണ് Paytm പ്രവർത്തിച്ചിരുന്നതെങ്കിൽ ഇനി മുതൽ എന്ത് ചെയ്യാൻ പറ്റില്ല? അത് ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം എന്താണ്? പല കംപ്ലൈൻറ്റിനെ തുടർന്ന് എന്ത് ചെയ്തിരുന്നു? RBI പൂർണ്ണമായിട്ടും അതിനെ എന്ത് ചെയ്തിരുന്നു? ബാൻ ചെയ്തിരുന്നു. ഇനിയിപ്പോൾ അതെന്തല്ല, പോസിബിൾ അല്ല എന്നുള്ളതാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇനി വർക്ക് ചെയ്യുന്നത് ഏതിൻ്റെ അണ്ടറിലായിരിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്തരം ബാങ്കുകളുടെ ഒരു തേർഡ് പാർട്ടി ആപ്പായിട്ടായിരിക്കും ആര് വർക്ക് ചെയ്യുന്നത്? Paytm വർക്ക് ചെയ്യുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക? നമുക്ക് കാണാൻ പറ്റുക. എന്താണ് TPAP എന്ന് പറഞ്ഞാൽ? TPAPs are entities facilitating UPI payments by connecting customers and merchants through application or platform. അതായത് എന്താണ്? ഈ UPIയും കസ്റ്റമേഴ്സിനെയും തമ്മിൽ എന്താണ് കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു പ്ലാറ്റ്ഫോമാണ് ഏതെന്ന് വിളിക്കുന്നത്? TPAP എന്ന് വിളിക്കുന്നത്. ആൻഡ് ദേ സെർവ് ആസ് ഇൻ്റർമീഡിയറീസ് എൻഷുറിങ് സീംലെസ് ട്രാൻസാക്ഷൻസ് ആൻഡ് പ്ലേ എ വൈറ്റൽ റോൾ ഇൻ ദ UPI ഇക്കോസിസ്റ്റം ഹാൻഡ്ലിംഗ് മില്യൺസ് ഓഫ് ട്രാൻസാക്ഷൻ ഡെയിലി. അതായത് എന്ത് ചെയ്യുന്നുണ്ട്? ഇവർ വലിയ രീതിയിലുള്ള പങ്ക് തന്നെ വഹിക്കുന്നുണ്ട്. ഇതിന് വേണ്ടിയിട്ട് ഈ ആളുകളെ എന്താണ് ഇങ്ങോട്ട് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട്. ആൻഡ് NPCI ഫോംഡ് ആസ് എ കൊളാബറേഷൻ ബിറ്റ്വീൻ ദ RBI and Indian Banks Association IBA under the Payment and Settlement System Act 2007 operates as the not for profit entity enhance India's payment and settlement infrastructure എന്നുള്ളതാണ്. അതായത് ഏത് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? പേയ്മെൻറ്റ് ആൻഡ് സെറ്റിൽമെൻറ്റ് ആക്ട് 2007 അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്യുന്നത്? ഇവർ പ്രവർത്തിക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക? നമുക്ക് കാണാൻ പറ്റുക. അതായത് എന്താണ്? ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനായിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഇന്ത്യൻ പേയ്മെൻറ്റ് സിസ്റ്റത്തിൻ്റെ അണ്ടറിൽ എന്ത് ചെയ്യുന്നത്? ഇവർ വർക്ക് ചെയ്യുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക? കാണാൻ പറ്റുക. അപ്പോൾ അത്തരത്തിലുള്ളൊരു തേർഡ് പാർട്ടി ലൈസൻസാണ് നിലവിൽ പാർക്ക് കിട്ടിയിട്ടുള്ളത്? നമ്മുടെ Paytmന് കിട്ടിയിട്ടുള്ളതായിട്ട് കാണാൻ പറ്റുക. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്ത് ചെയ്തു?
പേ ടി എമ്മിന് ഓൾറെഡി ഉണ്ടായിരുന്ന ലൈസൻസ് എന്ത് ചെയ്തു, പൂർണ്ണമായും നഷ്ടപ്പെട്ടു. And it aims to provide physical and electronic payment solution to the banking sector, leveraging technology to drive operational efficiency and expand payment system accessibility. അതായത് എന്താണ് ചെയ്യുന്നത്, ഇവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണ്, പേയ്മെൻറ്റ് സിസ്റ്റത്തിൻ്റെ ആക്സസിബിലിറ്റി എന്ത് ചെയ്യുക, വർദ്ധിപ്പിക്കുക, അതുപോലെ തന്നെ ഫിസിക്കൽ ആൻഡ് ഇലക്ട്രോണിക് പേയ്മെൻറ്റ് സൊല്യൂഷൻസ് ഒക്കെ എന്ത് ചെയ്യുക, കൊടുക്കുക എന്നുള്ള ഇതിൻ്റെ ഭാഗമാണ് ഇവരുടെ ഒരു ഒബ്ജക്റ്റീവായിട്ടാണ് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ സാധിക്കുക. ക്ലിയർ? അപ്പോൾ അത്തരത്തിലുള്ള ഒരു ലൈസൻസാണ് നിലവിൽ ആർക്ക് കിട്ടിയിട്ടുള്ളത്, പേ ടി എം പേയ്മെൻറ്റ്സ് ബാങ്കിൻ്റെ ഭാഗമായിരുന്ന നിലവിലെ പേ ടി എമ്മിന് കിട്ടിയിട്ടുള്ളതായിട്ട് കാണാൻ പറ്റുക. നെക്സ്റ്റ് വൺ എന്താണ്, നെക്സ്റ്റ് ന്യൂസ് വേൾഡ് യങ് റൂമാറ്റിക് ഡിസീസസ് ഡേ ആണ്. ഓക്കെ, ഇതെന്താണ് ന്യൂസിൽ വരാൻ കാരണം, മാർച്ച് 18 നമ്മൾ എന്തായി സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്, വേൾഡ് യങ് റൂമാറ്റിക് ഡിസീസസ് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇത് ന്യൂസിൽ വന്നിരിക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ സാധിക്കുക. ക്ലിയർ? ഓക്കെ, നമുക്ക് നോക്കാം. ദ റൂമാറ്റിക് ഡിസീസ് ഈസ് എൻ അംബർല ടേം. ഇതെന്താണ്, ഒരു അംബർല ടേമാണ്. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ദാറ്റ് റെഫേഴ്സ് ടു arthritis and several other conditions that affect the joints, tendons, muscles, ligaments, bones and muscles. അതായത് നമ്മുടെ ജോയിൻറ്റ്സ്, മസിൽസ്, ലിഗ്മെൻറ്റ്സിലൊക്കെ എന്താണ് വരുന്നൊരവസ്ഥയാണിത്. ദ മോസ്റ്റ് പ്രിവലൻറ്റ് പീഡിയാട്രിക് റൂമാറ്റിക് ഡിസോർഡർ ജുവനൈൽ ഇഡിയോപാത്തിക് arthritis JIA encompasses various inflammatory arthritis subtype posing a significant health challenges among children worldwide. അതായത് എന്താണ്, ലോകത്തുള്ള കുട്ടികളെ മൊത്തം ഇത്തരം രീതിയിലുള്ള ഡിസീസുകൾ പല രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ബാധിക്കുന്നുണ്ട്. JIA ഗ്ലോബൽ പ്രിവലൻസ് റേഞ്ച് ഫ്രം 0.07 to 4 ആണ്. അതായത് എന്താണ്, ഒരു 1000 കുട്ടികളെ എടുക്കുമ്പോൾ എന്താണ് 0.07 മുതൽ 4 പേർക്കെങ്കിലും എന്ത് ചെയ്യുന്നുണ്ട്, ഇത് വരുന്നുണ്ട് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ എന്താണ്, ഇവരിൽ പ്രധാനമായിട്ടും എക്സ്പീരിയൻസ് ചെയ്യുന്നത് എന്തൊക്കെയാണ്, ജോയിൻറ്റ് പെയിന്, സ്വില്ലിങ്, അതുപോലെ തന്നെ എന്താണ് ഫങ്ഷണൽ ലിമിറ്റേഷൻസ്, അതുപോലെ തന്നെ പർട്ടിക്കുലർലി നോട്ടിഫൈഡ് ഇൻ ദ മോർണിംഗ് ആൻഡ് ആഫ്റ്റർ പീരീഡ്സ് ഓഫ് റെസ്റ്റ് ഒക്കെയാണ് ഇവർ പ്രധാനമായിട്ടും എന്ത് ചെയ്യുന്നത്, നോട്ട് ചെയ്യുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ വേണമെങ്കിൽ ഈ ഒരു ഡിസീസസിനെ കുറിച്ച് എന്ത് ചെയ്യാം, നമ്മുടെ എക്സാമിനൊക്കെ എന്താണ് ചോദിക്കാൻ സാധ്യതയുള്ള എന്താണ് ഒരു കാര്യമാണ്. ജസ്റ്റ് അതുകൊണ്ടാണ് ഇത് എന്ത് ചെയ്യുന്നത്, നമ്മൾ കറണ്ട് അഫയേഴ്സിൻ്റെ ഭാഗമായി കൊണ്ടുവന്നത്. ദ therapeutic operations from JIA include steroids, disease modifying antibiotic drugs and that means DMARDs and newer biotic drugs aimed to modulating the immune system and managing symptoms. The challenges include limited awareness and delayed diagnosing, healing need enhanced community awareness and streamlined referral mechanism. അതായത് ഇതിന് മരുന്ന് കണ്ടെത്താൻ പറ്റുമെങ്കിലും ഇത് വളരെ വൈകി മാത്രമേ മനസ്സിലാവാറുള്ളൂ എന്നുള്ള എന്താണ് ഒരു ചലഞ്ചാണ്. അതുപോലെ തന്നെ ദ ക്രൂഷ്യൽ ഇൻ മാനേജിങ് JIA വിത്ത് സ്റ്റഡീസ് എംഫസൈസിങ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ടൈംലി റെഫറൽസ് ടു പീഡിയാട്രിക് റൂമറ്റോളജിസ്റ്റ് ഫോർ ദി ബെസ്റ്റ് ഔട്ട്കംസ് എന്നുള്ളതൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ക്ലിയർ? നെക്സ്റ്റ് വൺ ഫെയർ ഷെയർ ഫോർ ഹെൽത്ത് ആൻഡ് കെയർ റിപ്പോർട്ടാണ്. ഇത് അടുത്ത ന്യൂസായിട്ട് വരുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റുക. എന്താണ് പറയുന്നത്, റീസെൻ്റ്ലി ദ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ WHO റിലീസ്ഡ് എ new report titled Fair Share for Health and Care Report addressing the gender gap global health care. അതായത് എന്താണ്, ജെൻഡർ ഗ്യാപ്പ് ഗ്ലോബൽ ഹെൽത്ത് കെയറിൻ്റെ ഭാഗമായിട്ട് നിലവിൽ WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ വിട്ട റിപ്പോർട്ട് എന്താണ്, എന്ത് പേരിൽ, ഫെയർ ഷെയർ ഫോർ ഹെൽത്ത് ആൻഡ് കെയർ റിപ്പോർട്ട്. ഇതാണ് ഇത് ന്യൂസ് അല്ലെങ്കിൽ കറണ്ട് അഫെയറായി വരാനുള്ള ഒരു റീസൺ എന്ന് വിളിക്കുന്നത്. നമുക്ക് നോക്കാം എന്താണ് ഈ റിപ്പോർട്ടിൻ്റെ ഹൈലൈറ്റ്സ് എന്ന് പറയുന്നത്. അതായത് ജെൻഡർ ഡിസ്പാരിറ്റീസ് ആണ് ഇതിൽ പറയുന്നത്. അതായത് എന്താണ്, women comprises 67% of the paid global health care workforce. Additionally, they perform an estimated 76% of all unpaid care activities എന്നുള്ളതാണ്. അതായത് എന്താണ്, വുമൺ എന്ന് പറയുന്നത് എങ്ങനെയാണ് പറയുന്നത്, അതായത് 67% ഓഫ് ദ പെയ്ഡ് ഗ്ലോബൽ ഹെൽത്ത് കെയർ വർക്ക് ഫോഴ്സ് ആണ്. പക്ഷേ എന്ത് ചെയ്യുന്നുണ്ട്, അതിൻ്റെ കൂടെ പോരാത്തതിന് 76% എന്താണ്, അൺപെയ്ഡ് കെയർ ആക്ടിവിറ്റീസും എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കാണാൻ പറ്റുമെന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. This highlights significant gender disparities in both paid and unpaid care work. അതായത് എന്താണ്, പെയ്ഡ് വർക്കും അൺപെയ്ഡ് വർക്കും തമ്മിലുള്ള ജെൻഡർ ഡിസ്പാരിറ്റീസ് ആണ് എന്ത് ചെയ്യുന്നത്, ഈ റിപ്പോർട്ടിലൂടെ പുറത്തു വരുന്നത്. ആൻഡ് വുമൺ ഇൻ ലോ ഓർ മിഡിൽ ഇൻകം കൺട്രീസ് കുഡ് ബി $9 trillion better off in their pay and access to paid work were equal to that of men എന്നുള്ളതാണ്. അതായത് എന്താണ്, ഇപ്പോൾ ഹെൽത്ത് സെക്ടറൊക്കെ എടുക്കുകയാണെങ്കിലും പലപ്പോഴും എന്ത് ചെയ്യുന്നില്ല, സ്ത്രീകൾ പലപ്പോഴും ചെയ്യുന്ന ജോലിക്ക് അല്ലെങ്കിൽ ജോലിക്ക് അടിസ്ഥാനമായിട്ട് പേയ്മെൻറ്റ് കിട്ടുന്നില്ല. ആ ഒരു ഇഷ്യൂ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ഈ റിപ്പോർട്ടിൽ പറയുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ സാധിക്കുക എന്നുള്ളതാണ്. ക്ലിയർ?
ആൻഡ് എക്കോണമിക് പാർട്ടിസിപ്പേഷൻ ആൻഡ് ഹെൽത്ത് സർവൈവൽ. ഓക്കെ, അതായത് ഇതിൻ്റെ ഭാഗമായിട്ട്, അതായത് വുമൻസിനെ എംപവർ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രധാനമായിട്ടും നമ്മൾ കൊണ്ടുവന്ന പ്രോഗ്രാമുകൾ ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നെന്താണ് ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ. എന്താണ് ഈ പ്രോഗ്രാമിൻ്റെ ലക്ഷ്യം? ഇറ്റ് എൻഷുവേഴ്സ് ദ പ്രൊട്ടക്ഷൻ, സർവൈവൽ ആൻഡ് എഡ്യൂക്കേഷൻ ഓഫ് ദി ഗേൾ ചൈൽഡ്. അതായത് എന്ത് ചെയ്യുക, ഗേൾ ചൈൽഡിൻ്റെ പ്രൊട്ടക്ഷൻ, അവരുടെ സർവൈവൽ, എഡ്യൂക്കേഷൻ നോക്കുന്ന പ്രോഗ്രാമാണിത് ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ. അതുപോലെ തന്നെ പിന്നെ വരുന്നതാണ് ഇത് മഹിള ശക്തി കേന്ദ്രം. എന്താണ്? എയിം ടു എംപവർ റൂറൽ വുമൺ വിത്ത് ഓപ്പർച്യൂണിറ്റീസ് ഫോർ സ്കിൽ ഡെവലപ്മെൻറ്റ് ആൻഡ് എംപ്ലോയ്മെൻറ്റ്. അതായത് എന്ത് ചെയ്യുക, റൂറൽ വുമൻസിനുള്ള അല്ലെങ്കിൽ റൂറലിൽ ജീവിക്കുന്ന വുമൻസ് അവരെന്ത് ചെയ്യുക, ട്രെയിനിങ് കൊടുത്ത് സ്കില്ലുണ്ടാക്കിയിട്ട് എന്ത് ചെയ്യുക, എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുക എന്നുള്ളതാണ് ഏതിൻ്റെ ലക്ഷ്യം? മഹിള ശക്തി കേന്ദ്രയുടെ എന്താണ് ലക്ഷ്യമായിട്ട് എന്ത് ചെയ്യുന്നത്, പറയുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റുക. പിന്നെ വരുന്നതാണ് ഇത് മഹിള പോലീസ് വോളണ്ടിയേഴ്സ് എന്ന് വിളിക്കുന്നത്. എന്താണ്? ഇറ്റ് എൻവിസേജസ് ദ എൻഗേജ്മെൻറ്റ് ഓഫ് മഹിള പോലീസ് വോളണ്ടിയേഴ്സ് ഇൻ ദ സ്റ്റേറ്റ് ആൻഡ് യൂണിയൻ ടെറിട്ടറീസ് who act as a link between police and community facilities in women distress. അതായത് എന്താണ്, പോലീസും അതുപോലെ തന്നെ എന്താണ് സ്റ്റേറ്റിലെയും യൂണിയൻ ടെറിട്ടറീസിലും തമ്മിലുള്ള എന്ത് ചെയ്യുക, കമ്മ്യൂണിറ്റിയും തമ്മിലുള്ള ഒരു ലിങ്കായിട്ട് പ്രവർത്തിക്കുന്നതാണ് ഇത് മഹിള പോലീസ് വോളണ്ടിയേഴ്സ് എന്ന് വിളിക്കുന്നത്. പിന്നെ വരുന്നൊരു പ്രോഗ്രാമാണ് ഇത് രാഷ്ട്രീയ മഹിള കോഷ് എന്ന് വിളിക്കുന്നത്. അതായത് എന്താണ്, ഇറ്റ് ഈസ് എൻ അപ്പെക്സ് മൈക്രോ ഫൈനാൻസ് ഓർഗനൈസേഷൻ ദാറ്റ് പ്രൊവൈഡ്സ് മൈക്രോ ക്രെഡിറ്റ് കൺസെഷണൽ ടേംസ് ടു പൂർ വുമൻ ഫോർ വേരിയസ് ലൈവ്ലിഹുഡ് ആൻഡ് ഇൻകം ജനറേറ്റിംഗ് ആക്ടിവിറ്റീസ്. അതായത് എന്താണ്, ഈ ഏറ്റവും ദാരിദ്ര്യത്തിലിരിക്കുന്ന എന്താണ് വുമൻസിന് എന്ത് ചെയ്യുക, ഇൻകം ജനറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ചെറിയ ചെറിയ ലോണുകൾ കൊടുക്കുക എന്നുള്ളതാണ് ഏതിൻ്റെ ലക്ഷ്യം? രാഷ്ട്രീയ മഹിള കോഷിൻ്റെ എന്താണ് ലക്ഷ്യമായിട്ട് പറയുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ സാധിക്കുക. പിന്നെ വരുന്നതാണ് ഇത് സുകന്യ സമൃദ്ധി യോജന. എന്താണ് സുകന്യ സമൃദ്ധി യോജന? അണ്ടർ ദി സ്കീം ഗേൾസ് ഹാവ് ബീൻ എക്കോണമിക്കലി എംപവേർഡ് ബൈ ഓപ്പണിംഗ് ദയർ ബാങ്ക് അക്കൗണ്ട്സ്. അതായത് എന്ത് ചെയ്യുക, ഇപ്പോൾ ഉദാഹരണമായിട്ട് എന്ത് ചെയ്യുക, ഓരോ പെൺകുട്ടിയും അവരുടെ ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്, അതായത് എന്താണ് എംപവർ ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്, അതുവഴി അവരുടെ ബാങ്ക് അക്കൗണ്ടുകൾ ഓപ്പൺ ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്ന സ്കീമാണ് ഏത് എന്ന് വിളിക്കുന്നത് സുകന്യ സമൃദ്ധി യോജന എന്നുള്ള പേരിൽ എന്ത് ചെയ്യുന്നത് അറിയപ്പെടുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക. അപ്പോൾ അത്തരം കാര്യങ്ങൾക്കാണ് ഏതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്? സുകന്യ സമൃദ്ധി യോജനയിൽ ആരും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്? ഗവൺമെൻറ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ സാധിക്കുക എന്നുള്ളതാണ്. പിന്നെ വരുന്നതാണ് ഇത് ഫീമെയിൽ എൻ്റർപ്രണർഷിപ്പ് എന്ന് വിളിക്കുന്നത്. അതായത് എന്താണ്, ഫീമെയിൽ എൻ്റർപ്രണേഴ്സിനെ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്താണ് ഗവൺമെൻറ് കൊണ്ടുവന്ന പ്രോഗ്രാമാണ് ഇത് ഈ ഫീമെയിൽ എൻ്റർപ്രണർഷിപ്പ് സ്കീം എന്നതുകൊണ്ട് എന്ത് ചെയ്യുന്നത് അർത്ഥമാക്കുന്നതാക്കിയിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റുക. എന്നാണ് പറയുന്നത് ലൈക്ക് സ്റ്റാൻഡപ്പ് ഇന്ത്യ ആൻഡ് മഹിള ഇ ഹാത്ത് ഓൺലൈൻ മാർക്കറ്റിംഗ് പ്ലാറ്റ്ഫോം അല്ലേ, അല്ലെങ്കിൽ എന്താണ് വുമൺ എൻ്റർപ്രണേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകൾ, NGOs ഇവരുടെയൊക്കെ സഹായത്തോടു കൂടിയാണ് എന്ത് ചെയ്യുന്നത് ഇത്തരം പ്രോഗ്രാമുകൾ നടക്കുന്നതായിട്ട് കാണാൻ പറ്റുക. എന്ത് പേരിൽ? എൻ്റർപ്രണർഷിപ്പ് ആൻഡ് സ്കിൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം ESSSGP എന്നുള്ള പേരിൽ എന്ത് ചെയ്യുന്നത് ഇത്തരം പ്രോഗ്രാമുകൾ എന്താണ് നടക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ സാധിക്കുക എന്നുള്ളതാണ്. ഏതിൻ്റെ ഭാഗമായിട്ട്? ഫീമെയിൽ എൻ്റർപ്രണർഷിപ്പിൻ്റെ ഭാഗമായിട്ട്. അതും ആരെ എംപവർ ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ്, സ്ത്രീകളെ എന്ത് ചെയ്യാണ് എംപവർ ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ആര് കൊണ്ടുവന്ന സ്കീമാണ്? സെൻട്രൽ ഗവൺമെൻറ് എന്താണ് കൊണ്ടുവന്നിരിക്കുന്ന സ്കീമാണ്. പിന്നെ വരുന്നതാണ് ഏത് ക്ഷത്രഗാന്ധി ബാലിക വിദ്യാല എന്ന് പറയുന്നത്. അതായത് എന്താണ് എഡ്യൂക്കേഷണലി ബാക്ക്വേർഡ് ബ്ലോക്കിനെ, അതായത് EBBSനെ എന്ത് ചെയ്യുക പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് എന്ത് ചെയ്യുന്നത് ഇത്തരം ഒരു സ്കീം കൊണ്ടുവരുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റുക. ഓക്കെ, ആൻഡ് അതുപോലെ തന്നെ ഇന്ത്യയിൽ ഏറ്റവും അവസാനം വന്നാണ് ഇത് പൊളിറ്റിക്കൽ റിസർവേഷൻ അല്ലേ. അതായത് നമ്മുടെ ഫോർ എക്സാമ്പിൾ ലോക്സഭ, അതുപോലെ തന്നെ ലെജിസ്ലേറ്റീവ് അസംബ്ലി ഓഫ് ഡൽഹി, അതുപോലെ തന്നെ ലെജിസ്ലേറ്റീവ് അസംബ്ലി ഓഫ് സ്റ്റേറ്റ്സിൽ ഇപ്പം നമ്മളൊരു 33% വുമൺ റിസർവേഷൻ പാസ്സാക്കിയിട്ടുണ്ടല്ലോ. അതുപോലെ തന്നെ ഓൾറെഡി എന്ത് ചെയ്യുന്നുണ്ട് പഞ്ചായത്തി രാജ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളും അത് ഓൾറെഡി ഉണ്ട്. മറ്റത് ഇപ്പോൾ 106ാമത്തെ അമെൻമെൻറ്റ് ആക്ട് വന്നാണെങ്കിൽ ഇത് ഓൾറെഡി എന്ത് ചെയ്യുന്നുണ്ട് പഞ്ചായത്തി രാജ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ 33% റിസർവേഷൻ കൊടുക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കാണാൻ പറ്റും എന്നുള്ളതാണ്. അതായത് എന്ത് ചെയ്യുക ഈ ഇലക്റ്റഡ് വുമൺ റെപ്രസെൻറ്റേറ്റീവ്സിൻ്റെ എണ്ണം വർദ്ധിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് എന്ത് ചെയ്യുന്നത് ഈ പൊളിറ്റിക്കൽ റിസർവേഷൻ വരുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ സാധിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതും എന്താണ് ഇവരുടെ പ്രോഗ്രാമിൻ്റെ ഒക്കെ എന്താണ് ഭാഗമായിട്ട് കൊണ്ടുവന്നിരിക്കുന്ന കാര്യങ്ങളാണ്. ആരെ എംപവർ ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി വുമൻസിനെ
എംപവർ ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി. ക്ലിയർ? നെക്സ്റ്റ് വൺ ആണ് പ്രൊട്ടക്ഷൻ ഓഫ് പ്ലാന്റ് വെറൈറ്റീസ് ആൻഡ് ഫാമേഴ്സ് റൈറ്റ്സ് ആക്ട് 2001 എന്നുള്ള പേരിൽ പറയുന്നത്. ഓക്കെ, ഇനി എന്താണ് ഇത് ന്യൂസിൽ വരാനുള്ളൊരു കാരണം? റീസെൻ്റ്ലി ഇന്ത്യസ് പ്രൈസ്ഡ് ബസ്മതി റൈസ് ആൻഡ് വെറൈറ്റീസ് ലൈക്ക് പുഷ 1121 ആൻഡ് 1409 ബസ്മതി ഹാവ് ബീൻ ഫൗണ്ടഡ് ഇൻ പാകിസ്ഥാൻ under new names, rising concern among Indian scientists at the Indian Agriculture Research Institute IARI arguing legal action to safeguard Indian farmers and exporters. അതായത് ഇന്ത്യൻ ഫാർമേഴ്സിനെയും എക്സ്പോർട്ടേഴ്സിനെയും എന്ത് ചെയ്യുക, മാക്സിമം പ്രൊമോട്ട് ചെയ്യുക. അതായത് എന്ത് ചെയ്യുന്നുണ്ട്, പാകിസ്ഥാനിൽ എന്താണ് പല പുതിയ പേരുകളിലും എന്ത് ചെയ്യുന്നുണ്ട്, ഈ റൈസ് എന്ത് ചെയ്യുന്നുണ്ട്, കാണപ്പെടുന്നുണ്ട്. അപ്പോൾ ഇന്ത്യക്കാരെ അല്ലെങ്കിൽ ഇന്ത്യൻ ഫാർമേഴ്സിനെ സംരക്ഷിക്കുക എന്നുള്ളതാണ് നിലവിൽ ആര് കണ്ടെത്തിയിരിക്കുന്നത്, അല്ലെങ്കിൽ അതിൽ പ്രശ്നമുണ്ട് എന്നുള്ളതാണ് ആര് കണ്ടെത്തിയിരിക്കുന്നത്? ഇന്ത്യൻ അഗ്രികൾച്ചർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലെ ഇന്ത്യൻ സയൻറ്റിസ്റ്റുകൾ എന്ത് ചെയ്തിരിക്കുന്നത്, കണ്ടുപിടിച്ചിരിക്കുന്നത്. ഓക്കെ, അതായത് നമ്മുടെ ഫാർമേഴ്സിന് ഭീഷണി നേരിടാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു ന്യൂസാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇത്തരമൊരു കാര്യം കറണ്ട് അഫെയർസിൽ വന്നിരിക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ സാധിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ന്യൂസ് നോക്കാം. എന്താണ് പ്രൊട്ടക്ഷൻ ഓഫ് പ്ലാന്റ് വെറൈറ്റീസ് ആൻഡ് ഫാമേഴ്സ് റൈറ്റ് ആക്ടിൽ എന്താണ് പറയുന്നത്? ഒന്ന് വിളിക്കുന്നത് ബ്രീഡേഴ്സ് റൈറ്റ് ആണ്. എന്താണ് ബ്രീഡേഴ്സ് റൈറ്റ് എന്ന് പറയുന്നത്? ബ്രീഡേഴ്സ് ആർ ഗ്രാൻഡഡ് എക്സ്ക്ലൂസീവ് റൈറ്റ് ടു പ്രൊഡ്യൂസ്, സെൽ, മാർക്കറ്റ്, ഡിസ്ട്രിബ്യൂട്ട്, ഇമ്പോർട്ട് ഓർ എക്സ്പോർട്ട് പ്രൊട്ടക്റ്റഡ് വെറൈറ്റീസ്. അതായത് എക്സ്പോർട്ട് പ്രൊട്ടക്റ്റഡ് വെറൈറ്റീസ് എന്താണ്, മാർക്കറ്റിലേക്ക് എന്താണ് എത്തിക്കാൻ അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യാനും സെല് ചെയ്യാനും മാർക്കറ്റിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനും ഇമ്പോർട്ട് ചെയ്യാനുള്ള അധികാരമുണ്ട്. അതുപോലെ തന്നെ ബ്രീഡേഴ്സ് റൈറ്റ് ഇൻക്ലൂഡ് ദ എബിലിറ്റി ടു അപ്പോയിൻറ്റ് ഏജൻറ്റ്സ് ഓർ ലൈസൻസീസ് ആൻഡ് സീക്ക് സിവിൽ റെമഡീസ് ഫോർ ഇൻഫ്രിങ്മെൻറ്റ് എന്നുള്ളതുമാരുടെ അവകാശമാണ്, ബ്രീഡേഴ്സിൻ്റെ അവകാശമാണ്. പിന്നെ വരുന്നതാണ് റിസർച്ചേഴ്സ് റൈറ്റ്. എന്താണ് റിസർച്ചേഴ്സ് റൈറ്റ് എന്ന് പറയുന്നത്? റിസർച്ചേഴ്സ് ക്യാൻ യൂട്ടിലൈസ് റീ രജിസ്റ്റേർഡ് വെറൈറ്റീസ് എക്സ്പെരിമെൻറ്റേഷൻ ഓർ റിസർച്ച് പർപ്പസ് ആണ്. അതുപോലെ തന്നെ ഇനിഷ്യൽ യൂസ് ഓഫ് വെറൈറ്റി ഫോർ ഡെവലപ്പിംഗ് അനദർ വെറൈറ്റി ഈസ് പെർമിറ്റഡ്. അതായത് എന്താണ്, ഇനീഷ്യൽ യൂസിൽ ഒരു വെറൈറ്റി കണ്ടുപിടിക്കാം, അത് അവിടുന്ന് അനദർ വെറൈറ്റി ഡെവലപ്പ് ചെയ്യാം, അത് അവർക്ക് അവകാശമുണ്ട്. ബട്ട് റിപ്പീറ്റഡ് യൂസ് റിക്വയേഴ്സ് പിരിയർ പെർമിഷൻ ഫ്രം ദി രജിസ്ട്രേഡ് ബ്രീഡർ എന്നുള്ളത് എന്താണ്, അതായത് ബ്രീഡറിൽ നിന്ന് എന്ത് ചെയ്യണം, മുൻകൂട്ടി പെർമിഷൻ എടുത്തിട്ടുണ്ടായിരിക്കണം. ഇനി ഇതിൽ ഫാർമേഴ്സ് റൈറ്റ് എന്താണ് പറയുന്നത്? ഫാർമേഴ്സ് ഹു ഹാവ് ഇവോൾവ്ഡ് ഓർ ഡെവലപ്ഡ് ന്യൂ വെറൈറ്റീസ് ആർ എൻടൈൽഡ് ടു രജിസ്ട്രേഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ സിമിലർ ബ്രീഡേഴ്സ്. അതുപോലെ തന്നെ എന്താണ്, ഫാർമേഴ്സ് ക്യാൻ സേവ്, യൂസ്, എക്സ്ചേഞ്ച്, ഷെയർ ഓർ സെൽ ഫാം പ്രൊഡ്യൂസ് including protected varieties subject to certain conditions. അതുപോലെ തന്നെ recognition and rewards are provided for farmers conservation effort related to plant genetic resources. Complication provision exist to farmers in case of non-performance of protected varieties. അതുപോലെ തന്നെ farmers are exempted from paying fees in the proceedings under the act before relevant authorities or courts. ഇതൊക്കെ ആരുടെ റൈറ്റ് ആയിട്ടാണ് പറയുന്നത്? ഫാർമേഴ്സിൻ്റെ റൈറ്റ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, പറയുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റുക. അതുപോലെ തന്നെ പിന്നെ ഇവിടെ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ചോദ്യം എന്ന് പറയുന്ന ആരെക്കുറിച്ചാണ്? IARI അഥവാ ഇന്ത്യൻ അഗ്രികൾച്ചർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ച് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇവിടെ നിന്ന് ചോദ്യം വരാം. എന്താണ് ഇന്ത്യൻ അഗ്രികൾച്ചർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത്? ഇന്ത്യയുടെ ലാർജസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ഏതിൻ്റെ കാര്യത്തിൽ? റിസർച്ച്, ഹയർ എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് അഗ്രികൾച്ചർ സയൻസസുമായി റിലേറ്റ് ചെയ്തിട്ട്. അതുപോലെ തന്നെ എന്താണ്, ഇവർ പ്രധാനമായിട്ടും ഏതിൻ്റെയൊക്കെ ഭാഗമായിരുന്നു? ഗ്രീൻ റെവല്യൂഷനിൽ ഇവർ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കോൺട്രിബ്യൂട്ടിങ് സിഗ്നിഫിക്കൻ്റ്ലി ടു സയൻറ്റിഫിക് അഡ്വാൻസ്മെൻറ്റ് ആൻഡ് ഡെവലപ്പിംഗ് ദ അപ്രോപ്രിയേറ്റ് അഗ്രികൾച്ചർ ടെക്നോളജീസ്. അതായത് അഗ്രികൾച്ചർ ടെക്നോളജീസ് ഡെവലപ്പ് ചെയ്യുന്നതിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഇത് വലിയ രീതിയിൽ പങ്കുവഹിച്ചിട്ടുണ്ട്. 1905 നോർത്ത് ബീഹാറിലെ പുസയിലാണ് എന്ത് ചെയ്യുന്നത്, ഇവർ സ്ഥാപിതമാവുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, കാണാൻ പറ്റുക. പക്ഷേ പിന്നീട് എന്ത് ചെയ്യുന്നുണ്ട്, എർത്ത് ക്വിക്കിനെ തുടർന്ന് 1936 ഇതിനെ എങ്ങോട്ട് റീലൊക്കേറ്റ് ചെയ്യുന്നുണ്ട്, ഡൽഹിയിലേക്ക് റീലൊക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾ ഓഫ് ഇന്ത്യൻ അഗ്രികൾച്ചർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആരുടെ കയ്യിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ചിൻ്റെ കയ്യിലാണ് എന്ത് ചെയ്യാൻ പറ്റുക, ഐഗറിൻ്റെ കയ്യിലാണ് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റിയത്. എന്താണ്, ഒരു ഓട്ടോണോമസ് ഓർഗനൈസേഷനാണ് ഏത് എന്ന് വിളിക്കുന്നത്, ഐഗർ എന്ന് വിളിക്കുന്നത്. ദ സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് 1860 അണ്ടറിലാണ് എന്ത് നിലവിൽ വരുന്നത്, ഐഗർ നിലവിൽ വരുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ സാധിക്കുക എന്നുള്ളത് ഏതിൻ്റെ പ്രത്യേകതയാണ്, ഐഗറിൻ്റെ പ്രത്യേകതയാണ് എന്നുള്ളതാണ്. ക്ലിയർ? അപ്പോൾ ഈ ഐഗറിൻ്റെ അണ്ടറിലാണ് ഏത് വരുന്നത്, ഇന്ത്യൻ അഗ്രികൾച്ചർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് വരുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ സാധിക്കുക. ഓക്കെ, നെക്സ്റ്റ് വണ്ണാണ് ഇത് ബ്ലാക്ക് സീ. എന്താണ് ബ്ലാക്ക് സീ ന്യൂസിൽ വരാൻ കാരണം? റഷ്യ അപ്പോയിൻറ്റഡ് അഡ്മിറൽ അലക്സാണ്ടർ മൊസീവ് ആസ് ദ ന്യൂ ആക്ടിംഗ് ഹെഡ് ഓഫ്
Navy following series of successful Ukrainian attacks on Russia's Black Sea Fleet, which has sustained significant losses. എത്രയേ ഉള്ളൂ? റഷ്യ എന്ത് ചെയ്തിട്ടുണ്ട്? അഡ്മിറൽ അലക്സാണ്ടർ മോസീവിനെ എന്ത് ചെയ്തിട്ടുണ്ട്? പുതിയ ആക്ടിംഗ് ഹെഡായിട്ട് നേവിയിൽ സ്ഥാപിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ബ്ലാക്ക് സീ ന്യൂസിൽ വരുന്നത്. എന്താണ് ബ്ലാക്ക് സീ എന്ന് പറഞ്ഞാൽ? ഇത് എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? ഉക്സിയൻ സീ എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ എന്താണ്? വേൾഡിലെ തന്നെ എന്താണ്? ഒരു മേജർ വാട്ടർ ബോഡി, അതുപോലെ തന്നെ ഫേമസ് ഇൻലാൻഡ് ബോഡിയാണ്. ആൻഡ് ദ മാർജിനൽ സീ ഓഫ് അറ്റ്ലാന്റിക് ഓഷൻ ഈസ് ലൊക്കേറ്റഡ് ബിറ്റ്വീൻ ഈസ്റ്റേൺ യൂറോപ്പ് ആൻഡ് വെസ്റ്റേൺ ഏഷ്യ ആണ്. ഇതിൻ്റെ ജിയോഗ്രഫിക്കൽ ലൊക്കേഷൻ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ലാൻഡ് ബൗണ്ടറി എന്ന് പറയുന്നത് എന്താണ്? ദ ബ്ലാക്ക് സീ ഈസ് ദ ബോർഡേഡ് ബൈ ഉക്രൈൻ ടു ദി നോർത്ത് ആൻഡ് നോർത്ത് വെസ്റ്റ്, റഷ്യ ആൻഡ് ജോർജിയ ടു ദി ഈസ്റ്റ്, തുർക്കി ഇൻ ദി സൗത്ത് ആൻഡ് ബൾഗേറിയ ആൻഡ് റൊമാനിയ ഇൻ വെസ്റ്റ്. ഇതാണ് ഇവരുടെ ലൊക്കേഷൻ. ശ്രദ്ധിക്കുക, മാപ്പ് നോക്കി വയ്ക്കുക. ഓക്കെ, ഇതാണ് ബ്ലാക്ക് സീയുടെ ലൊക്കേഷൻ. അപ്പോൾ വേണമെങ്കിൽ ഇവിടുന്ന് ചോദ്യം വരാം. ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ വരുമ്പോൾ ഞാൻ പറഞ്ഞിട്ട് നമ്മൾ ഓൾറെഡി ജോഗ്രഫിയുടെ ഭാഗമായിട്ട് നമ്മൾ എന്ത് പഠിച്ചിരിക്കണം? മാപ്പ് പഠിച്ചിരിക്കണം. കാരണം ജോഗ്രഫി നമ്മളെപ്പോഴും മാപ്പ് വെച്ച് വേണം പഠിക്കാൻ. അപ്പോൾ എന്ത് ചെയ്യുക? ഇതിൻ്റെ നോർത്ത് ഈസ്റ്റ് സൗത്ത് വെസ്റ്റ് ഏതൊക്കെ രാജ്യങ്ങൾ വരുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക? നോട്ട് ചെയ്ത് വെക്കുന്നത് എന്തായിരിക്കും? നന്നായിരിക്കും അല്ലേ? ഇതാ ഉക്രൈൻ ഉണ്ട്, അതുപോലെ തന്നെ എന്താണ്? റഷ്യ ഉണ്ട്, അതുപോലെ തന്നെ തുർക്കി ഉണ്ട്, റൊമാനിയ ഉണ്ട്, ബൾഗേറിയ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് നമ്മൾ പഠിച്ചിരിക്കണം. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങൾ അല്ലെങ്കിൽ മാപ്പിൽ അല്ലെങ്കിൽ ഇത്തരം സീകൾ ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ, കടലുകളൊക്കെ വരികയാണെങ്കിൽ എന്താണ് പ്രധാനമായിട്ടും നമ്മൾ നോക്കേണ്ടതിൻ്റെ എന്താണ്? ജിയോഗ്രഫിക്കൽ ലൊക്കേഷനാണ്. എന്താണ്? ജിയോഗ്രഫിക്കൽ ലൊക്കേഷൻ നമ്മൾ എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്ത് ചെയ്യണം? നോക്കി വെച്ചിരിക്കണം എന്നുള്ളതാണ്. ക്ലിയർ? ചിലപ്പോൾ എന്ത് ചെയ്യാം? അത് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള എന്താണ്? ഒരു ഭാഗമാണ്. അതുകൊണ്ട് നെക്സ്റ്റ് വണ്ണാണ് ഇൻ്റർനാഷണൽ ഡേ ഓഫ് ഫോറസ്റ്റ്. എന്താണ്? The National Zoological Park, New Delhi, recently observed the International Day of Forest in 1st March 2024. എന്താണ്? 2024 മാർച്ച് 21 എന്ത് ചെയ്യുന്നുണ്ട്? നാഷണൽ സുവോളജിക്കൽ പാർക്ക് ന്യൂഡൽഹിയിൽ സ്ഥിതി ചെയ്യുന്ന എന്തായിട്ട് ആഘോഷിക്കുന്നുണ്ട്? ഇൻ്റർനാഷണൽ ഡേ ഓഫ് ഫോറസ്റ്റ്. ഇനി ഇപ്രാവശ്യത്തെ തീം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? ഫോറസ്റ്റ് ആൻഡ് ഇന്നൊവേഷൻ, ന്യൂ സൊല്യൂഷൻ ഫോർ എ ബെറ്റർ വേൾഡ്. ഇതാണ് ഇപ്രാവശ്യത്തെ ഏതിൻ്റെ തീം എന്ന് വിളിക്കുന്നത്? ഫോറസ്റ്റ് ഡേയുടെ, അതായത് ഇൻ്റർനാഷണൽ ഫോറസ്റ്റ് ഡേയുടെ എന്താണ് തീമായിട്ട് എന്ത് ചെയ്യുന്നത്? നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ പലപ്പോഴും നമ്മളോട് ചോദിക്കാറുണ്ട് ഈ എക്സാമിനൊക്കെ എന്താണ് ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് ചോദിക്കുമ്പോൾ അതിൻ്റെ കൂടെ എന്ത് ചോദിക്കാറുണ്ട്? തീമും ചോദിക്കാറുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, തീമും എന്ത് ചെയ്യാറുണ്ട്? ചോദിക്കാറുണ്ട് എന്നുള്ളതാണ്. നെക്സ്റ്റ് വൺ, ദ ഇവൻറ്റ് എയിംഡ് ടു റൈസ് അവയർനെസ് എമംഗ് വിസിറ്റേഴ്സ് അബൌട്ട് ഇമ്പോർട്ടൻസ് ഓഫ് ഫോറസ്റ്റ് ആൻഡ് ദെയർ റോൾ ഇൻ അവർ ലീവ്സ്. അതായത് എന്താണ് ഇന്നത്തെ ലോകത്ത് എന്താണ് ഫോറസ്റ്റ്, അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം പങ്ക് വഹിക്കുന്നു എന്നുള്ളതൊക്കെയാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു ഡേ കൊണ്ട് എന്ത് ചെയ്യുന്നത് അർത്ഥമാക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക? നമുക്ക് കാണാൻ പറ്റുക. ദ യുണൈറ്റഡ് നേഷൻസ് ജനറൽ അസംബ്ലി പ്രൊക്ലൈംഡ് 21 മാർച്ച് ദ ഇൻ്റർനാഷണൽ ഡേ ഓഫ് ഫോറസ്റ്റ് ഇൻ 2012. അതായത് എന്താണ് 2012 മുതലാണ് എന്ത് ചെയ്യുന്നത് UNG എന്ത് ചെയ്യുന്നത് മാർച്ച് 21 എന്തായിട്ട് പ്രൊക്ലൈം ചെയ്ത് ഇൻ്റർനാഷണൽ ഡേ ഓഫ് ഫോറസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നത് പ്രൊക്ലൈം ചെയ്യുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക? നമുക്ക് കാണാനും പറ്റുക. The countries are argued to conduct local, national and international activities related to forest and trees like tree planting campaigns. എന്ത് ചെയ്യണം? ഓരോ രാജ്യങ്ങളും എന്ത് ചെയ്യണം? നാഷണൽ അല്ലെങ്കിൽ ലോക്കൽ ഇൻ്റർനാഷണൽ ആക്ടിവിറ്റീസിൻ്റെ ഒക്കെ ഭാഗമായിട്ട് എന്ത് ചെയ്യണം? ഈ പ്ലാന്റിങ് ക്യാമ്പയിൻസ് ഒക്കെ കണ്ടക്ട് ചെയ്യുന്ന ഈ ഒരു ദിവസമാണ്. അതുപോലെ തന്നെ എന്താണ് യുണൈറ്റഡ് നേഷൻസ് ഫോം ഓൺ ഫോറസ്റ്റ്, ദ ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ ആൻഡ് അതർ റിലവൻറ്റ് ഓർഗനൈസേഷൻ കൊളാബറേറ്റ് വിത്ത് ദി ഗവൺമെൻറ് ഓർഗൻസ് ദീസ് എഫേർട്ട്. അതുപോലെ തന്നെ എന്താണ് യുണൈറ്റഡ് നേഷൻസ് ഫോംസ് ഓൺ ഫോറസ്റ്റ് അല്ലെങ്കിൽ ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻസ് ഒക്കെ എന്ത് ചെയ്യാറുണ്ട്? ഇതിൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഓരോ വർഷവും കോർഡിനേറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും എന്നുള്ളതും ഇതിൻ്റെ പ്രത്യേകതയാണ്. ഇതിൻ്റെ പ്രത്യേകതയാണ് എന്നുള്ളതാണ്. ക്ലിയർ? അപ്പോൾ ചിലപ്പോൾ എന്ത് ചെയ്യാം ഇമ്പോർട്ടൻറ്റ് ഡേ അല്ലെങ്കിൽ തീം അതുപോലെ തന്നെ ഇതാരാണ് പ്രൊക്ലെയിം ചെയ്തത് എന്നൊക്കെ എന്ത് ചെയ്യാം ചോദിക്കാം. ഇനി ഇന്ത്യയുടെ സ്റ്റാറ്റസ് എടുക്കുകയാണെങ്കിൽ ഫോറസ്റ്റ് റിപ്പോർട്ട് എടുക്കുകയാണെങ്കിൽ 2021 ഇന്ത്യൻ സ്റ്റേറ്റ് ഓൺ ഫോറസ്റ്റ് റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയുടെ ടോട്ടൽ ഫോറസ്റ്റ് എന്ന് പറയുന്നത് എന്താണ് ഏകദേശം 80.9 മില്യൺ ഹെക്ടേഴ്സാണ്. അതായത് എന്താണ് ഏകദേശം 24.62% ഇന്ത്യയുടെ ടോട്ടൽ ഏരിയയിൽ എന്താണ് 24.62% എന്താണ് ഫോറസ്റ്റാണ്. അതുപോലെ തന്നെ മധ്യപ്രദേശാണ് ഏറ്റവും കൂടുതൽ ഫോറസ്റ്റ് കവറുള്ളത്. അതിൻ്റെ പിന്നാലെ അരുണാചൽ പ്രദേശ്, ഛത്തീസ്ഗഡ്, ഒഡീഷ, മഹാരാഷ്ട്രയിലൊക്കെയാണ് കൂടുതൽ ഫോറസ്റ്റ് ഉള്ളതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക നമുക്ക് കാണാൻ പറ്റുക. ആൻഡ് ഇന്ത്യസ് നാഷണൽ ഫോറസ്റ്റ് പോളിസി 1998 aims that at least 33% of the total geographical area to be under the forest to maintain ecological stability. അതായത് എന്താണ് 1988 എന്താണ് ഇന്ത്യസ് നാഷണൽ ഫോറസ്റ്റ് പോളിസി പ്രകാരം 33% ഫോറസ്റ്റ് ഒരു രാജ്യത്ത് ആവശ്യമാണെന്ന് പറയുന്നത്. പക്ഷേ നമുക്കിപ്പോൾ എത്രയേ ഉള്ളൂ 24.62
6.2% ഫോറസ്റ്റ് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ, നമുക്ക് നിലവിൽ എന്ത് ചെയ്യാൻ പറ്റൂ, കാണാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് വണ്ണാണ് ഇത് നൗസീന ബാവ. എന്താണ്? റീസെൻ്റ്ലി ദ യൂണിയൻ മിനിസ്റ്റർ ഓഫ് ഡിഫൻസ് ഇനാഗുറേറ്റഡ് നൗസീന ഭവൻ, ദ ഫസ്റ്റ് ഹെഡ് ക്വാർട്ടർ ബിൽഡിംഗ് ഓഫ് ദ ഇന്ത്യൻ നേവി ഇൻ ന്യൂഡൽഹി. ഇതാണ് ഇത് ന്യൂസിൽ വരാനുള്ള കാരണം. നോക്കാം എന്താണ്. പ്രീവിയസ്ലി ദ നേവി ഓപ്പറേറ്റഡ് ഫ്രം 13 ഡിഫറെൻറ്റ് ലൊക്കേഷൻ നെസസിറ്റേറ്റിംഗ് കൺസോൾട്ടഡ് ഹെഡ് ക്വാർട്ടേഴ്സ്. അതായത് എന്താണ്, മുമ്പ് 13 ലൊക്കേഷൻസിലാണ് നേവി പ്രവർത്തിക്കുന്നത്. എന്താണ്, ഒരു ഹെഡ് ക്വാർട്ടേഴ്സ് ആവശ്യമായിരുന്നു. ദ മേജർ ബേസസ് ഓഫ് ഇന്ത്യൻ നേവി ആർ ലൊക്കേറ്റഡ്, പ്രധാനമായിട്ടും എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുംബൈ, ഗോവ, കർവാൾ, കൊച്ചി, ചെന്നൈ, വിശാഖപട്ടണം, കൊൽക്കത്ത, പോർട്ട് ബ്ലെയറിലൊക്കെ ആയിരുന്നു ഇവരുടെ ലൊക്കേഷൻ. ദ ബിൽഡിംഗ് ഹാസ് അച്ചീവ്ഡ് ഗ്രീൻ റേറ്റിംഗ് ഫോർ അണ്ടർ ദി ഇൻ്റഗ്രേറ്റഡ് ഹാബിലിറ്റി അസസ്മെൻറ്റ്. ഇൻ്റഗ്രേറ്റഡ് ഹാബിറ്റബിലിറ്റി അസസ്മെൻറ്റിൽ എന്താണ്, ഗ്രീൻ റേറ്റിംഗ് 4 ആണ് ഇവർക്ക് കിട്ടിയിട്ടുള്ളത്. എവറി ഇയർ ഇന്ത്യൻ നേവി ഡേ ഈസ് സെലിബ്രേറ്റഡ് ഓൺ 4th December. എല്ലാ വർഷവും എന്താണ്, ഡിസംബർ 4 എന്തായി സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്, ഇന്ത്യൻ നേവി ഡേ ആയിട്ട് എന്ത് ചെയ്യാറുണ്ട്, സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്. ടു റെപ്രസെൻറ്റ് ഇന്ത്യൻ നേവീസ് കൗണ്ടർ അറ്റാക്ക് ആൻഡ് ഓപ്പറേഷണൽ ഫ്രണ്ട് ഡ്യൂറിങ് ദ ഇൻഡോ പാക് വാർ 1971. അതായത് 1971 ഇൻഡോ പാകിസ്ഥാൻ വാറിൽ അവർ എത്രത്തോളം കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ള സന്ദേശമൊക്കെ പുറത്തുവിടുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അവർ എന്ത് സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്, ഡിസംബർ 4 ഇന്ത്യൻ നേവിയുടെ എന്ത് ചെയ്യാറുണ്ട്, സെലിബ്രേറ്റ് ചെയ്യാറുണ്ട് എന്നുള്ളതാണ്. ക്ലിയർ? ആൻഡ് നെക്സ്റ്റ് ന്യൂസ്, വൈൽഡ് ലൈഫ് കൺസർവേഷൻ ഇനീഷ്യേറ്റീവ്സ് ആണ് എന്ത് ചെയ്യുന്നത്, ന്യൂസിൽ വന്നിരിക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റുക. നമുക്ക് നോക്കി നോക്കാം എന്താണ്. ദ സുപ്രീം കോർട്ട് ലാസ്റ്റ് വീക്ക് സെഡ് ഇറ്റ് വിൽ ബി റിവ്യൂ ഇറ്റ്സ് April 2021 order to bury underground all power lines the habitat Great Indian Bustard GIB after the center founded order particularly impossible to implement over long distances. അതായത് എന്താണ്, വൈൽഡ് ലൈഫ് കൺസർവേഷൻ ഇനീഷ്യേറ്റീവ്സ്. നമുക്കറിയാം ഇന്ത്യ പ്രധാനമായിട്ടും എന്ത് ചെയ്യുന്നുണ്ട്, എന്തിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്, വൈൽഡ് ലൈഫ് കൺസർവേഷൻ ഇനീഷ്യേറ്റീവ്സിൻ്റെ. ഇതിൻ്റെ ഭാഗമായിട്ട് സുപ്രീം കോടതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, നിലവിൽ അത് എത്രത്തോളം ഉണ്ട് എന്ന് സുപ്രീം കോടതി എന്ത് ചെയ്തു, അതിനെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട്. അതാണ് ഇത് ന്യൂസിൽ വരാനുള്ള കാരണം. ഇനി എന്താണ് വൈൽഡ് ലൈഫ് കൺസർവേഷൻ ഇനീഷ്യേറ്റീവ്സ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഭാഗമായിട്ട് എന്ത് ചെയ്യുന്നത്, നമുക്ക് ചെയ്യുന്നത് എന്ന് എന്ത് ചെയ്യാം, നമുക്ക് നോക്കാം. ക്ലിയർ? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ നമുക്കറിയാം, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഓൾറെഡി എന്ത് ചെയ്യുന്നുണ്ട്, ഇത്തരം ഇനീഷ്യേറ്റീവ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. അതിൽ 42ാമത്തെ അമെൻമെൻറ്റ് ആക്ട് 1976 എന്ത് ചെയ്തിരുന്നു, ഈ ഫോറസ്റ്റ് അതുപോലെ തന്നെ പ്രൊട്ടക്ഷൻ ഓഫ് വൈൽഡ് ലൈഫ് അനിമൽസ് ആൻഡ് ബേർഡ്സ് എന്നുള്ള എന്ത് ചെയ്തിരുന്നു, നമ്മൾ സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്നും എങ്ങോട്ട് മാറ്റിയിരുന്നു, കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റിയിരുന്നു. അതുപോലെ തന്നെ ആർട്ടിക്കിൾ 48A എന്ന് പറയുന്നത് ഏതിൻ്റെ ഭാഗമാണ്, DPSPയുടെ ഭാഗമാണ് അല്ലേ, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയുടെ ഭാഗമാണ്. ഇതിൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റേറ്റ് ഷാൾ എൻഡോവർ ടു പ്രൊട്ടക്ട് ഇംപ്രൂവ് എൻവയോൺമെൻറ്റ് ആൻഡ് സേഫ് ഗാർഡ് ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് ഓഫ് ദ കൺട്രി എന്നുള്ളൊരു ആർട്ടിക്കിൾ എഴുതി ചേർത്തു. അതുപോലെ തന്നെ 51A ക്ലോസ് ജിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഫണ്ടമെൻ്റൽ ഡ്യൂട്ടിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊട്ടക്ട് ആൻഡ് ഇംപ്രൂവ് നാച്ചുറൽ എൻവയോൺമെൻറ്റ് ഇൻക്ലൂഡിങ് ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് എന്നുള്ളൊരു ആർട്ടിക്കിളും എഴുതി ചേർക്കുന്നുണ്ട്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ കൊണ്ടുവന്ന നിയമങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെയാണ്, ഒന്ന് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് 1972 അതുപോലെ തന്നെ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി ആക്ട് 2002 ഇനി നമ്മുടെ മേജർ കൺസർവേഷൻ ഇനീഷ്യേറ്റീവ്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് ഏതാണ്, ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് ഓഫ് വൈൽഡ് ലൈഫ് ഹാബിറ്റേറ്റേഴ്സ് ആണ്, IDWH. അതായത് എന്താണ്, ഉദാഹരണമായിട്ട് ഫൈനാൻഷ്യൽ അസിസ്റ്റൻസ് പ്രൊവൈഡ് ടു സ്റ്റേറ്റ് ആൻഡ് യൂണിയൻ ടെറിട്ടറീസ് ഗവൺമെൻറ് ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് കൺസർവേഷൻ ഓഫ് വൈൽഡ് ലൈഫ്. അതായത് എന്താണ്, ഈ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്താണ്, സ്റ്റേറ്റിന് അതുപോലെ തന്നെ യൂണിയൻ ടെറിട്ടറീസിനൊക്കെ എന്താണ് കൊടുക്കുന്ന ഒരു ഫൈനാൻഷ്യൽ അസിസ്റ്റൻസ് ആണ് ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് ഓഫ് വൈൽഡ് ലൈഫ് ഹാബിറ്റേറ്റ്സ് എന്ന് വിളിക്കുന്നത്. ഇതെന്താണ്, ഒരു സെൻട്രലി സ്പോൺസേഡ് സ്കീമാണ്. അതുപോലെ തന്നെ 2017 മുതൽ 31 വരെ നടന്നുകൊണ്ടിരിക്കുന്ന നാഷണൽ വൈൽഡ് ലൈഫ് ആക്ഷൻ പ്ലാൻ, അതുപോലെ തന്നെ ഗൈഡ് ലൈൻസ് ഫോർ ഇക്കോ ടൂറിസം ഇൻ പ്രൊട്ടക്റ്റഡ് ഏരിയ, അതുപോലെ തന്നെ ഹ്യൂമൻ വൈൽഡ് ലൈഫ് കോൺഫ്ലിക്റ്റ് മിറ്റിഗേഷൻ ആൻഡ് വൈൽഡ് ലൈഫ് ക്രൈം കൺട്രോൾ ബ്യൂറോ, അതായത് എന്താണ് വൈൽഡ് ലൈഫ് റിലേറ്റഡ് ക്രൈംസിനെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ വൈൽഡ് ലൈഫ് ഡിവിഷൻ MOEFCC, അതായത് എന്താണ് പോളിസി ആൻഡ് ലോ മേക്കിംഗ് കൺസർവേഷൻ ഓഫ് ബയോഡൈവേഴ്സിറ്റി ആൻഡ് പ്രൊട്ടക്റ്റഡ് ഏരിയ നെറ്റ്വർക്ക്, അതുപോലെ തന്നെ ടെക്നിക്കൽ ആൻഡ് ഫിനാൻഷ്യൽ സപ്പോർട്ട് ടു ദി സ്റ്റേറ്റ് യൂണിയൻ ടെറിട്ടറീസ് അണ്ടർ ദി IDWH, സെൻട്രൽ സൂ അതോറിറ്റി ആൻഡ് വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് ഇന്ത്യ. ഇതൊക്കെ എന്താണ് നമ്മുടെ മേജർ കൺസർവേഷൻ ഇനീഷ്യേറ്റീവ്സിൻ്റെ ഭാഗമാണ്. കൂടാതെ
വൈൽഡ് ലൈഫ് ക്രൈം കൺട്രോൾ ബ്യൂറോ എന്താണ് കളക്ഷൻ, അതുപോലെ തന്നെ എന്താണ് കൊളീഷൻ ഓഫ് ഇൻ്റലിജൻസ് ആൻഡ് ഇറ്റ്സ് ഡിസ്മിനേഷൻ ആൻഡ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് സെൻട്രലൈസ്ഡ് വൈൽഡ് ലൈഫ് ക്രൈം ഡാറ്റാ ബാങ്കാണ്. ആൻഡ് വൈൽഡ് ലൈഫ് ക്രൈം കൺട്രോൾ ഉണ്ട്, ഓപ്പറേഷൻ സേവ് കർമ്മ, അതുപോലെ തന്നെ ഓപ്പറേഷൻ തണ്ടർ ബേർഡൊക്കെ ഇതിൻ്റെ ഭാഗമാണ്. ഓക്കെ, ഇനി സ്പൈസസ് സ്പെസിഫിക് ഇനിഷ്യേറ്റീവ്സ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊക്കെയാണ്? പ്രൊട്ടക്ഷൻ ആൻഡ് കൺസർവേഷൻ ഓഫ് ഗ്രേറ്റർ അഡ്ജൻ ആൻഡ് ഗാൻജറ്റിക് റിവറൈൻ ട്രാക്ട്, അതുപോലെ തന്നെ ഡോൾഫിൻ കൺസർവേഷൻ ഇൻ നോൺ പ്രൊട്ടക്റ്റഡ് ഏരിയ സെഗ്മെൻറ്റ് ഗംഗ റിവർ ആൻഡ് കൺസർവേഷൻ ബ്രീഡിംഗ് സെൻറ്റർ ഫോർ വൈൽഡ് ലൈഫ് വാട്ടർ ആൻഡ് ബഫല്ലോ, അതുപോലെ തന്നെ റിക്കവറി പ്രോഗ്രാം ഫോർ സ്നോ ലിയോപാഡ് 2009, അതുപോലെ തന്നെ റിക്കവറി പ്രോഗ്രാം ഫോർ വളണ്ടറീസ് 2006, പ്രൊജക്ട് എലിഫൻറ്റ് 1992, അതുപോലെ തന്നെ പ്രൊജക്ട് ടൈഗർ അല്ലെങ്കിൽ നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റി NTCA 1973, അതുപോലെ തന്നെ ഇന്ത്യ ആൻഡ് കൊളാബറേഷൻ വിത്ത് ദി ഗ്ലോബൽ വൈൽഡ് ലൈഫ് കൺസർവേഷൻ എഫേർട്സ്. ഇന്ത്യ ഏതൊക്കെ ഗ്ലോബൽ വൈൽഡ് ലൈഫ് കൺസർവേഷൻ എഫേർട്സിൻ്റെ ഭാഗമായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊക്കെയാണ്? കൺവെൻഷൻ ഓൺ ഇൻ്റർനാഷണൽ ട്രേഡ് ഇൻ endangered species of wildlife, fauna and flora, cities, conservation on the conservation of the migratory species of wildlife animals, conservation on biological diversity, World Heritage Convention, Ramsar Convention, the Wildlife Trade Monitoring Network, United Nations Forum on Forest, International Whaling Commission ആൻഡ് ഇൻ്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നാച്ചർ, ഗ്ലോബൽ ടൈഗർ ഫോം. ഇതൊക്കെ എന്താണ്? ഇൻ്റർനാഷണൽ ലെവലിൽ തന്നെ ആര് ചെയ്തിരിക്കുന്ന കാര്യമാണ്? ഇന്ത്യ ചെയ്തിരിക്കുന്ന കാര്യമാണ്. ക്ലിയർ? അപ്പോൾ ചിലപ്പോൾ ഇതിൻ്റെ പേരൊക്കെ എന്ത് ചെയ്യാൻ ചോദിക്കുക, അല്ലെങ്കിൽ വർഷമൊക്കെ ചോദിക്കാൻ എന്തുണ്ട്? സാധ്യതയുണ്ട്. ആൻഡ് നെക്സ്റ്റ് കറണ്ട് അഫെയർ ആണ് പേഷ്യൻസ് അമെൻമെൻറ്റ് റൂൾസ് 2024. എന്താണ് ഇത് കറണ്ട് അഫെയർ വരാനുള്ള കാരണം എന്ന് പറയുന്നത്? റീസെൻ്റ്ലി ദ മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി ഹാസ് നോട്ടിഫൈഡ് ദ Patients Amendments Rules 2024, making significant changes to Indian patients practice and procedure. അതായത് എന്താണ്? ഇന്ത്യൻ പേഷ്യൻസിൻ്റെ എന്ത് ചെയ്യേണ്ട നിയമത്തിൽ ചില വ്യത്യാസങ്ങൾ വരുത്തിയിട്ടുണ്ട്. അതാണ് എന്താണ് ഇത് ന്യൂസിൽ വരാനുള്ളൊരു കാരണം. The patient is a statute right for innovation and granted for a limited period to the patient by the government. It is the exchange of full disclosure of his invention for the excluding others from making, using, selling, importing the patented product or processes producing that product to those purposes without his consent. അതായത് ഇപ്പോൾ ഈ പേറ്റൻറ്റിൽ എന്തെങ്കിലും രീതിയിൽ എന്താണ് പാറ്റൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരാൾക്ക് മാത്രം ഉണ്ടാക്കാൻ സാധിക്കുന്നതും അതുപോലെ തന്നെ എന്താണ് അവർക്ക് മാത്രം വിൽക്കാൻ സാധിക്കുമെന്നുമാണ്. അതായത് മേക്കിംഗ്, യൂസിങ്, സെല്ലിങ്, അതിലാണ് വ്യത്യാസം വരുത്തിയിട്ടുള്ളത്. ഈ പേറ്റൻറ്റ് സിസ്റ്റം ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്ന ഏത് നിയമത്തിൻ്റെ അണ്ടറിലാണ് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? പേറ്റൻസ് ആക്ട് 1970 അണ്ടറിലാണ് വർക്ക് ചെയ്യുന്നത്. ഇത് 2 തവണ നമ്മൾ അമെൻഡ് ചെയ്തു. എപ്പോഴൊക്കെയാണ്? ഒന്ന് 2003-ലും 2005-ലും. ഓക്കെ, ഇനി ഇത് കൂടാതെയാണ് നിലവിൽ ഇപ്പോൾ 2024 അമെൻമെൻറ്റ്. ഓക്കെ, ഇനി ഇതിൽ എന്തൊക്കെയാണ് പറയുന്നത് എന്ന് നോക്കാം. പ്രധാനമായിട്ട് ഇതിൻ്റെ ടേം ഓഫ് പാറ്റൻറ്റ് എത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ 20 വർഷത്തിലാണ് എന്ത് ചെയ്യുക ഇതിൻ്റെ പേറ്റൻറ്റ്. ഓക്കെ, ഒരാളൊരു സാധനത്തിന് പേറ്റൻറ്റ് എടുത്താൽ അതിൻ്റെ കാലാവധി എന്ന് വിളിക്കുന്നത് എത്രയാണ്? 20 വർഷമാണ്. And however, for the application filed under the national phase of the Patent Corporation Treaty, the accordance time will be 20 years from the international filling date. International filling date മുതൽ 20 വർഷമാണ് ഇതിൻ്റെ കാലാവധി. The PC, it is an international treaty with more than 150 contracting states, making it possible to seek patent protection for the intervention simultaneously in each large number of countries by filling the international patent application. അതായത് എന്താണ്? ഒരുവിധം രാജ്യങ്ങളൊക്കെ എന്താണ് ഈ ഇൻ്റർനാഷണൽ പാറ്റൻറ്റ് അപ്ലിക്കേഷൻ്റെ ഭാഗമാണ്. അതായത് എന്ത് ചെയ്യുക? ഒരാളൊരു സാധനം കണ്ടുപിടിച്ചാൽ അതിനെന്ത് ചെയ്യുക? പേറ്റൻ്റ് എടുക്കുക എന്നുള്ളതിൻ്റെ ഭാഗമായിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഇത് പ്രവർത്തിക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക? നമുക്ക് കാണാൻ സാധിക്കുക എന്നുള്ളതാണ്. Such application may be filled by anyone, the national or resident of PCT contracting state, and generally be filled with a national patent office at the contracting state with the International Bureau of World Intellectual Property Organization in Geneva. നമുക്കിതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയി നോക്കാം. ഏറ്റവും സിമ്പിളായിട്ട് എന്താണ് ഈ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി എന്ന് വിളിക്കുന്നത്? ഓക്കെ, അതായത് എന്താണ് ഈ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സിൻ്റെ ലക്ഷ്യം എന്ന് വിളിക്കുന്നത്? എന്താണ് ഈ ഇന്നോവേഷൻസ് എന്ത് ചെയ്യുക? എൻകറേജ് ചെയ്യുക, എക്കോണമിക് ഗ്രോത്ത്, സേഫ് ഗാർഡ് റൈറ്റ്സ് ഓഫ് ക്രിയേറ്റേഴ്സ്, അതുപോലെ തന്നെ എൻഹാൻസ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഒക്കെയാണ്. ഇനി ഇതുമായി റിലേറ്റ് ചെയ്ത് വരുന്ന ട്രീറ്റീസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ WIPO അഡ്മിനിസ്ട്രേറ്റഡ് ഫസ്റ്റ് റിയോർഗനൈസ്ഡ് IPR അണ്ടർ ദി പാരീസ് കൺവെൻഷൻ ഫോർ ദ പ്രൊട്ടക്ഷൻ ഓഫ് ഇൻഡസ്ട്രിയൽ പ്രോപ്പർട്ടി 1883. ഈ പാറ്റൻസ്, ഇൻഡസ്ട്രിയൽ ഡിസൈൻസ് ആണ് ഇതിൽ വരുന്നത്.
അതുപോലെ തന്നെ ബ്രെയിൻ കൺവെൻഷൻ ഫോർ ദി പ്രൊട്ടക്ഷൻ ഓഫ് ലിറ്റററി ആൻഡ് ആർട്ടിസ്റ്റിക്സ് വർക്കാണ് 1886 കോപ്പി റൈറ്റ്സിൻ്റെ ഭാഗമായി വരുന്നത്. പിന്നെ വരുന്നതാണ് ഇത് ട്രിപ്സ് അഗ്രിമെൻറ്റ്. എന്താണ്? എൻഷുവേഴ്സ് ആഡ്യൂക്കേറ്റിംഗ് സ്റ്റാൻഡേർഡ് ഓഫ് പ്രൊട്ടക്ഷൻ. അതുപോലെ തന്നെ ആർഗ്യൂസ് ഫോർ ഇൻസെൻറ്റീവ്സ് ഫോർ ടെക്നോളജി ട്രാൻസ്ഫർ ടു ഡെവലപ്പ് കൺട്രീസ്. പിന്നെ ബഡ്പെസ്റ്റ് ട്രീറ്റി 1977 എന്ത് വരുന്നത്? ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ ഓഫ് ദി ഡെപ്പോസിറ്റ് ഓഫ് മൈക്രോ ഓർഗൻസ് ഫോർ ദി പർപ്പസ് ഓഫ് പേറ്റൻറ്റ് പ്രൊസീജിയർ വരുന്നത്. ആൻഡ് മക് വിപ്പ് ട്രീറ്റി 2016 എന്ത് വരുന്നത്? ഫെസിലിറ്റേറ്റ് ആക്സസ് ടു പബ്ലിഷ് വർക്ക്സ് ബൈ വിഷ്വലി ഇംപേർഡ് പേഴ്സൺസ് ആൻഡ് പേഴ്സൺസ് വിത്ത് പ്രിൻ്റ് ഡിസേബിലിറ്റീസ്. ആൻഡ് IPR എന്തിൻ്റെ അണ്ടറിലാണ് ഔട്ട്ലൈൻ ചെയ്തിരിക്കുന്നത്? ആർട്ടിക്കിൾ 27 യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സിൻ്റെ ഭാഗമായിട്ട്. ഇനി ഇതിൽ ഇന്ത്യ കൊണ്ടുവന്ന ഇനീഷ്യേറ്റീവ്സ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊക്കെയാണ്? ഒന്ന് നാഷണൽ IPR പോളിസി 2060 ആണ്. എന്താണ് മോട്ടോ? എന്താ? ക്രിയേറ്റീവ് ഇന്ത്യ, ഇന്നോവേറ്റീവ് ഇന്ത്യയാണ് ഇതിൻ്റെ മോട്ടോ. എന്താണ്? കംപ്ലൈൻറ്റ് വിത്ത് ട്രിപ്സ് അഗ്രിമെൻറ്റ്. ഓക്കെ, അതുപോലെ തന്നെ ട്രിപ്സ് അഗ്രിമെൻറ്റുമായിട്ടാണ് ഇത് ബന്ധപ്പെട്ട് കിടക്കുന്നത്. ബ്രിങ് ആൾ IPR ഇൻ ടു സിംഗിൾ പ്ലാറ്റ്ഫോം. എല്ലാ IPRനെയും സിംഗിൾ പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവരിക. ഇതിൻ്റെ നോഡൽ ഡിപ്പാർട്ട്മെൻറ്റ് ഏതാക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാണ്? ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇൻഡസ്ട്രിയൽ പോളിസി ആൻഡ് പ്രൊമോഷൻ, മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് ആണ്. അതുപോലെ തന്നെ നാഷണൽ IP അവയർനെസ് മിഷൻ, നിപാം. അതുപോലെ തന്നെ കലാം പ്രോഗ്രാം ഫോർ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ലിറ്ററസി ആൻഡ് അവയർനെസ് ക്യാമ്പയിൻ, കപില ഒക്കെ ഇതിൻ്റെ ഭാഗമായിട്ടാണ് എന്ത് ചെയ്യുന്നത്? വരുന്നത്. ഇനി എന്താണ് വേൾഡ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? April 26 എന്ത് ചെയ്യുന്നത്? ഇത് സെലിബ്രേറ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റുക. ഇനി ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടിയിൽ തന്നെ വരുന്നതാണ് എന്ത്? കോപ്പി റൈറ്റ്. ഇതിൻ്റെ പ്രൊട്ടക്ഷൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? എക്സ്പ്രഷൻ ഓഫ് ഐഡിയാസ് ആണ്. അതുപോലെ തന്നെ ഇന്ത്യയിൽ വരുന്ന ലോ ഏതാണ്? കോപ്പി റൈറ്റ് ആക്ട് 1957 ആണ്. കാലാവധി വേരിയബിൾ ആണ്, പല രീതിയിൽ വരാം. പിന്നെ പേറ്റൻറ്റ് വരുന്നത് എങ്ങനെയാണ്? ഇൻവെൻഷൻസ്, ന്യൂ പ്രോസസ്സ് മെഷീൻസിനൊക്കെയാണ്. ഇതിൽ ഇന്ത്യൻ നിയമം ഏതാണ്? ഇന്ത്യൻ പാറ്റൻറ്റ് ആക്ട് 1970 ആണ്. ഇതിൻ്റെ കാലാവധി എത്ര വർഷമാണ്? 20 വർഷമാണ്. പിന്നെ വരുന്നതാണ് ഇത് ട്രേഡ് മാർക്ക്, അതായത് സൈൻ ടു ഡിസ്റ്റിങ്വിഷ് ബിസിനസ് ഗുഡ്സ് ഓർ സർവീസസ്. ട്രേഡ് മാർക്സ് ആക്ട് 1999 ഇത് വരുന്നത്. ഇൻഡെഫിനിറ്റ് പീരീഡിലേക്കാണ് ഇതിൻ്റെ കാലാവധി. പിന്നെ വരുന്നതാണ് ഇത് ട്രേഡ് സീക്രട്ട് എന്ന് വിളിക്കുന്നത്. ഏതാണ്? കോൺഫിഡൻഷ്യൽ ബിസിനസ് ഇൻഫോർമേഷൻ ആണ് ഇതിൽ വരുന്നത്. ഇതെന്താണ്? പ്രൊട്ടക്ഷൻ വിത്തൗട്ട് രജിസ്ട്രേഷൻ ആണ് വരുന്നത്. അൺലിമിറ്റഡ് ടൈമിലേക്കാണ്. പിന്നെ വരുന്നതാണ് ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ടാക്സ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തൊരു സാധനമാണ്. ഓക്കെ, ഇത് സൈൻ ടു യൂസ്ഡ് സ്പെസിഫിക് ജിയോഗ്രഫിക്കൽ ഒറിജിൻ ആൻഡ് പ്രോസസ് ക്വാണ്ടിറ്റേറ്റീവ്സ് ഡ്യൂ ടു സൈറ്റ് ഓഫ് ഒറിജിൻ. ചില പ്രത്യേക സ്ഥലങ്ങൾ ഉണ്ടാക്കുന്ന സാധനങ്ങളാണ് ഇതിൽ വരിക. ഇത് എന്തിൻ്റെ അണ്ടറിലാണ്? ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻസ് ഓഫ് ഗുഡ്സ് ആൻഡ് R&P ആക്ട് 1999 അണ്ടറിലാണ്. 10 വർഷമാണ്. ഇത് റിന്യൂ ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നെ വരുന്നതാണ് ഇൻഡസ്ട്രിയൽ ഡിസൈൻ എന്ന് പറയുന്ന ഓർണമെൻ്റൽ ഓർ ആർട്ടിസ്റ്റിക് ആസ്പെക്റ്റ് ഓഫ് ആർട്ടിക്കിളാണ്. ഡിസൈൻ ആക്ട് 2000 പ്രകാരമാണ്. ഇതിൻ്റെ കാലാവധി എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയാണ്? 10 വർഷമാണ് ഇതിൻ്റെ കാലാവധിയായിട്ട് എന്ത് ചെയ്യുന്നത്? കണക്കാക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വയ്ക്കുക. ചിലപ്പോൾ കാലാവധിയൊക്കെ എത്രയെന്ന് എന്ത് ചെയ്യാറുണ്ട്? എക്സാമിന് ജസ്റ്റ് ചോദിക്കാം എന്നുള്ളതാണ്. നെക്സ്റ്റ് വണ്ണാണ് ഇത് സെൽഫ് റെഗുലേറ്ററി ഓർഗൻസ് എന്ന് പറയുന്നത്. എന്താണ്? ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ RBI ഹാസ് റീസെൻ്റ്ലി അനൗൺസ്ഡ് ദ ഫൈനാൻഷ്യലൈസേഷൻ ഓഫ് ദി omnibus framework for organizing self-regulatory organizations SRO for its regulated entities RE. അതിൻ്റെ ഭാഗമായിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഇത് ന്യൂസ് വരുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക? നമുക്ക് കാണാൻ സാധിക്കുക എന്നുള്ളതാണ്. ഇനി നെക്സ്റ്റ് വണ്ണാണ് ഇത് സെൽഫ് റെഗുലേറ്ററി ഓർഗൻസ് എന്ന് വിളിക്കുന്നത്. എന്താണ് സെൽഫ് റെഗുലേറ്ററി ഓർഗൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഫോർ എക്സാമ്പിൾ, SRO ആർ ദ എൻറ്റൈറ്റിൽസ് ഫോംഡ് വിത്തിൻ ദ സ്പെസിഫിക് ഇൻഡസ്ട്രീസ് ഓർ സെക്ടേഴ്സ് ടു റെഗുലേറ്റ് ദംസെൽഫ് often in collaboration with government regulations ആണ്. SRO operate under the supervision of government regulation who delegate certain regulatory functions to these organizations. While regulators maintain ultimate authority, they can on SRO monitor and enforcement complaints with their respective industries. ഓക്കെ, അപ്പോൾ എന്താണ്? ഒരു റെഗുലേറ്ററി ഫംഗ്ഷനിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? ഇത്തരം സ്ഥാപനങ്ങൾ വർക്ക് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ ലക്ഷ്യം എന്താണ്? പ്രൊമോട്ട് ബെസ്റ്റ് പാർട്ടിസിപ്പൻസ് ആൻഡ് എത്തിക്കൽ കണ്ടക്ട് വിത്തിൻ ദെയർ ഇൻഡസ്ട്രീസ് ആണ് ഇവരുടെ ലക്ഷ്യം. ആൻഡ് ദേ ഓഫ്റ്റൻ പ്രൊവൈഡ് ഗൈഡ് ലൈൻസ്, ട്രെയിനിങ് ആൻഡ് എഡ്യൂക്കേഷണൽ റിസോഴ്സസ് ഹെൽപ്പ് മെമ്പേഴ്സ് അണ്ടർസ്റ്റാൻഡ് ആൻഡ് കംപ്ലൈ വിത്ത് ദ റെഗുലേറ്ററി റിക്വയർമെൻറ്റ്സ് ഒക്കെ എന്താണ്? ഇവരുടെ ലക്ഷ്യമാണ്. ആൻഡ് ദീസ് ഓർഗനൈസേഷൻസ് ഡെവലപ്പ് എൻഫോഴ്സ് ഇൻഡസ്ട്രി സ്പെസിഫിക് റൂൾസ്. അതായത് എന്താണ്? ഇവരെന്താണ്? ഇൻഡസ്ട്രി സ്പെസിഫിക് റൂൾസ് ആണ് ഇവർ പ്രധാനമായിട്ട് ഉണ്ടാക്കുക. അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ്, കോഡ്സ് ഓഫ് കണ്ടക്റ്റ്, ഇതൊക്കെയാണ് ഇവരുടെ ഭാഗമായിട്ട് വരുന്നത്. അതുപോലെ തന്നെ എത്തിക്കൽ ബിഹേവിയർ. അതുപോലെ തന്നെ SRO എന്ന് പറയുന്നതാണ് കംപ്ലീറ്റ്ലി ട്രാൻസ്പെറൻസി ആൻഡ് അക്കൗണ്ടബിലിറ്റിയുടെ ഭാഗമായിട്ടാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ള എന്താണ്? ഇവരുടെ പ്രത്യേകതയാണ് എന്നുള്ളതാണ്. ക്ലിയർ? അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ പ്രത്യേകതയാണ്.
SROയുടെ എന്താണ്? ഓക്കെ, നെക്സ്റ്റ് കറണ്ട് അഫെയർ ആണ് ഏതെന്ന് വിളിക്കുന്നത് ഒഡീഷാസ് ഡ്രിങ്ക് ഫ്രം ടാപ്പ് മിഷൻ എന്ന് വിളിക്കുന്നു. ഓക്കെ, എന്താണ് ഇത് കറണ്ട് അഫെയർ ആയി വരാനുള്ള ഒരു കാരണം? In 2017, the Odisha government launched its pioneering drink from tap mission, making the first and only state in India to ensure drinking water quantity on household tap connections. ഓക്കെ, അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത് കറണ്ട് അഫെയറിൽ വന്നിരിക്കുന്നത്. നമുക്ക് നോക്കാം എന്താണ്. ദ ഇനീഷ്യേറ്റീവ് aimed to transform urban drinking water supply. ഓക്കെ, ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണ്? അർബൻ വാട്ടർ സപ്ലൈ ആണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ആൻഡ് കോംബാറ്റ് വാട്ടർ ബ്രോൺ ഡിസീസ് ആൻഡ് റിലീവ് the financial stream. It provides 24/7 access to high quality drinking water directly from taps. അതായത് ടാപ്സിലൂടെ എന്ത് ചെയ്യുക, ഹൈ ക്വാളിറ്റി ഡ്രിങ്കിങ് വാട്ടർ എന്ത് ചെയ്യുക, എത്തിക്കുക എന്നുള്ളതാണ് ഏതിൻ്റെ ലക്ഷ്യം? ഈ ഒരു സ്കീമിൻ്റെ ലക്ഷ്യമായിട്ട് എന്ത് ചെയ്യുന്നത്, പറയുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അതാണ് ഏതിൻ്റെ ലക്ഷ്യമായിട്ട് പറയുന്നത്, ഈ ഒരു സ്കീമിൻ്റെ എന്താണ് ലക്ഷ്യമായിട്ട് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ കട്ടിങ് കോസ്റ്റ് ആൻഡ് ടൈം, അതായത് എന്ത് ചെയ്യുക, ഇപ്പോൾ പ്യുവർ ഡ്രിങ്കിങ് വാട്ടർ എത്തിക്കാനുള്ള കോസ്റ്റ് അല്ലെങ്കിൽ ടൈം കുറയ്ക്കുക, എലിമിനേറ്റിംഗ് ഫിൽട്രേഷൻ ഓർ ബോയിലിംഗ് നീഡ്സ് ഒക്കെയാണ് ഇതിൻ്റെ ഭാഗമായിട്ട്. ഇത് ഏകദേശം നിലവിൽ 2.55 മില്യൺ പീപ്പിളിൽ ഏകദേശം 8 സിറ്റീസിലേക്ക് എത്തുന്നുണ്ട്. ഇനി ഇതിൻ്റെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 4.1 മില്യൺ പീപ്പിളിലേക്ക് ഇത് എത്തിക്കുക. ഓക്കെ, ഒഡീഷയിൽ മൊത്തം എത്തിക്കുക എവിടെ, 2024 അവസാനത്തേക്ക് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ പ്രത്യേകത റിയൽ ടൈം സർവൈലൻസ് ആണ്, ആരുടെ, ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സിൻ്റെ എന്നുള്ളതും ഇതിൻ്റെ പ്രത്യേകതയാണ്. അതുപോലെ തന്നെ എന്താണ്, കമ്മ്യൂണിറ്റി എൻഗേജ്മെൻറ്റ് ഇനിഷ്യേറ്റീവിൻ്റെ ഭാഗമായിട്ട് ജൽ സതി പ്രോഗ്രാമും എന്ത് ചെയ്യുന്നുണ്ട്, വുമൺ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകളുടെ സഹായത്തോടു കൂടി കൊണ്ടുവന്നു എന്നുള്ളതും ഇതിൻ്റെ പ്രത്യേകതയാണ്. ഇതിലൊരു തേർഡ് പാർട്ടി ഇവാലുവേഷൻ ഉണ്ട്, അതായത് നടത്തുന്നത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് അർബൻ അഫയേഴ്സ് ഹൈലൈറ്റ്സ് ആൻഡ് പ്രൊജക്ട് സിഗ്നിഫിക്കൻസ് പൊട്ടൻഷ്യൽ ഫോർ റിപ്പബ്ലിക്കേഷനാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ പ്രത്യേകതയാണ്, ഈ ഒരു സ്കീമിൻ്റെ പ്രത്യേകതയാണ്. പിന്നെ വരുന്ന ആളാണ് മസൻ ഹോളി. എന്താണ് മസൻ ഹോളി? ഈസ് എ സ്പെഷ്യൽ 2-day ഇവൻ്റ് ആണ് ഇവിടെ നടക്കുന്നത്, വാരണാസിയിൽ നടക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റുക. ഈ സെലിബ്രേഷൻ സമയത്ത് എന്താണ്, ഡിവോട്ടീസ് എന്ത് ചെയ്യും, പുട്ട് ആഷാസ് ഫ്രം ഫ്യൂണറൽ ഫയേഴ്സ് ആൻഡ് പിങ്ക് പൗഡർ ഗുലാൽ ഓൺ ഈച്ച് അതർ. ദിസ് ഇവൻറ്റ് ഈസ് ഓൾസോ സീൻ എ വേ ഓഫ് സെലിബ്രേറ്റ് ഡെത്ത് എന്നുള്ളതാണ്. മെനി പീപ്പിൾസ് അല്ലെങ്കിൽ ഒരുപാട് ആളുകൾ ഇതിൻ്റെ ഭാഗമായി മാറുന്നുണ്ട്, ഇതിൻ്റെ ഭാഗമായിട്ട് മാറാറുണ്ട്, പാട്ട് ഡാൻസ് ഒക്കെ കളിക്കാറുണ്ട്. അതൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇൻക്ലൂഡ് അല്ല. ഇതിൻ്റെ ഒറിജിൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ദ റിച്വൽ ഓഫ് മസൻ ഹോളി വാരണാസി ഈസ് ബിലീവ്ഡ് ടു സെലിബ്രേറ്റ് ദ ഹോളിക പർബാദ് മിത്തോളജിക്കൽ ഇവൻ്റ് ആണ് ഇതിൻ്റെമായി ബന്ധപ്പെട്ട് കിടക്കുന്നത്. അത്രയും കാര്യങ്ങൾ മാത്രം നമ്മൾ ഇവിടെ നോക്കി വെച്ചാൽ മതി, കറണ്ട് അഫയേഴ്സ് എന്ത് ചെയ്താൽ മതി, നോക്കി വെച്ചാൽ മതി. അധികം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇതിനെക്കുറിച്ച് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, നോക്കി വെക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇനി ഇതിൻ്റെ എന്താണ് ഇത് സിംബലൈസ് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഷോർട്ട്നെസ് ഓഫ് ലൈഫ് ആൻഡ് ദ സൈക്ലിക്കൽ നാച്ചർ ഓഫ് പേഴ്സൺസ് എക്സിസ്റ്റൻസ് ഇൻ ദിസ് മെറ്റീരിയലിസ്റ്റിക് വേൾഡാണ് ഇത്, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളാണ് ഇതിലൂടെ എന്ത് ചെയ്യുന്നത്, കൊണ്ടുവരുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ബിലീവ്ഡ് ദാറ്റ് ദ ആഷസ് യൂസ്ഡ് ഇൻ മസാൻ ഹോളി പോസസ് പ്യൂരിഫൈയിങ് പ്രോപ്പർട്ടീസ് ദാറ്റ് ക്ലീൻനെസ് ഓഫ് ബോഡി മൈൻഡ് ആൻഡ് സോൾ ഇംപ്യൂരിറ്റീസ് ആണ്. ആൻഡ് ഈച്ച് അതർ വിത്ത് ആഷ് ഡ്യൂറിങ് ഹോളി പീപ്പിൾ സീക്ക് സ്പിരിച്വൽ റിവെഞ്ചുലേഷൻ ആൻഡ് ഇൻ്റർനാഷണൽ പ്യൂരിഫിക്കേഷനൊക്കെയാണ്, ഇൻറ്റേർണൽ പ്യൂരിഫിക്കേഷനൊക്കെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളായിട്ട് എന്ത് ചെയ്യുന്നത്, പറയുന്നത്. ഓക്കെ, അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, ഇതിൽ നിന്ന് വരുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റുക എന്നുള്ളതാണ്. ക്ലിയർ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ആർട്ട് ആൻഡ് കൾച്ചറിൻ്റെ ഭാഗത്തു നിന്ന് വരുന്ന ഈ ഒരു കറണ്ട് അഫയേഴ്സിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, നോക്കാൻ ഉള്ളത്. നെക്സ്റ്റ് വന്നാണ് ഷിപ്ര റിവർ ആണ്. റീസെൻ്റ്ലി ദ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ CAG കണ്ടക്ടഡ് എ പെർഫോമൻസ് ഓഡിറ്റ് 2016-17, 2021 ഓൺ ദ ഡീഗ്രേഡേഷൻ ഓഫ് സിപ്പാര റിവർ. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത് കറണ്ട് അഫെയറിൽ വന്നിരിക്കുന്നത്. ഇതിൻ്റെ ഒറിജിൻ എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, ഇറ്റ് ഈസ് ദ ട്രൈബ്യൂട്ടറി ഓഫ് ചമ്പൽ റിവർ ആണ്. എന്താണ്, ട്രൈബ്യൂട്ടറി ഓഫ് ചമ്പൽ റിവർ ഇൻ മധ്യപ്രദേശാണ്. ഇത് ഏതിലൂടെയാണ് ഒഴുകുന്നത്, മാൽവ പ്ലാറ്റിലൂടെയാണ്. ആൻഡ് ഇറ്റ് ഒറിജിനേറ്റ്സ് ഇൻ ദ വിന്ധ്യ റേഞ്ചസ് ഹിൽ കോൾഡ് ഖക്രി ടേക്കടിയാണ്, ആൻഡ് വിച്ച് ഈസ് ദ നോർത്ത് ഓഫ് ധാർ ആൻഡ് സിറ്റുവേറ്റഡ് നിയർ ഉജ്ജയിൻ. ഇതിൻ്റെ മേജർ ട്രൈബ്യൂട്ടറീസ് ഖാൻ ആൻഡ് ഗംഭീർ ആണ്. ഇതിൻ്റെ കൾച്ചറൽ സിഗ്നിഫിക്കൻ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉജ്ജയിൻ സ്ഥിതി ചെയ്യുന്നത് എന്താണ്, ഇത് ഈ റിവർ സൈഡിലാണ് സ്ഥിതി ചെയ്യുന്നതായിട്ട് പറയുന്നത്. ആൻഡ് ഇറ്റ് ഹോസ്റ്റ് സിംഹത്ര ഫയർ, കുംഭമേള എന്ത് ചെയ്യാറുണ്ട്, ഓരോ 12 വർഷത്തിലും എന്ത് ചെയ്യുന്നുണ്ട്, നടക്കുന്നുണ്ട്. ഹിന്ദു ടെക്സ്റ്റുകൾ പ്രകാരം എന്താണ്, സിപ്പാര റിവർ എവിടെ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, വർഷ എ ഇൻകാർഷൻ ഓഫ് ലോർഡ് വിഷ്ണു ആണ്. അതുപോലെ തന്നെ ഓൾസോ കൃഷ്ണ അനന്തർ അവതാർ ഓഫ് വിഷ്ണു സിറ്റുവേറ്റഡ് സാഗ
സൻപനി ആശ്രമം ബൈ ദിസ് റിവർ എന്നുള്ള, അതായത് കൃഷ്ണൻ്റെ ആശ്രമം ഇതിൻ്റെ സൈഡിലായിരുന്നു എന്നുള്ള എന്താണ് വിശ്വാസമാണ്. ആൻഡ് ആൾസോ മെൻഷൻഡ് ഇൻ ദ ബുദ്ധിസ്റ്റ് ആൻഡ് ജെയിൻ സ്ക്രിപ്റ്റേഴ്സിലും ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഓക്കെ, ഇത് ജസ്റ്റ് അതിൻ്റെ ഒരു മാപ്പ് തന്നിരിക്കുകയാണ്. ജസ്റ്റ് എന്ത് ചെയ്യുക, നിങ്ങൾ അതൊന്ന് നോക്കുക, നിങ്ങളുടെ മെറ്റീരിയലും ഓൾറെഡി ഇത് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് വൺ ആണ് ഇത് ഓർഡർ ദി ഡ്രങ്ക് ഗ്യാപ്പ്. എന്താണ്? റീസെൻ്റ്ലി ദ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ റിസീവ്ഡ് ഭൂട്ടാൻസ് ഹയസ്റ്റ് സിവിലിയൻ അവാർഡ് ഓർഡർ ദി ഡ്രങ്ക് ഗ്യാപ്പ് ഡ്യൂറിങ് ഹിസ് 2-day സ്റ്റേറ്റ് വിസിറ്റ് ഇൻ ഭൂട്ടാൻ. ഭൂട്ടാനിൽ നമ്മുടെ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ചെന്നതിനും അദ്ദേഹത്തിന് എന്താ അവാർഡ് കിട്ടി? ഓർഡർ ഓഫ് ദ ഡ്രങ്ക് ഗ്യാപ്പ്. ഓക്കെ, ഇതിൻ്റെ പ്രത്യേകത എന്താണ്? ഹി ഈസ് ദ ഫസ്റ്റ് ഫോറിൻ ഹെഡ് ഓഫ് ദി ഗവൺമെൻറ് ടു റിസീവ് ദ ഹോണർ. അതായത് എന്താണ്? ഫസ്റ്റ് ഫോറിൻ ഹെഡിനാണ് എന്ത് ചെയ്യുന്നത്, ആദ്യമായിട്ട് ഇത്തരം ഒരു അവാർഡ് കൊടുക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റും. നമുക്കറിയാം ഇന്ത്യയും ഭൂട്ടാനും തമ്മിൽ ഒരുപാട് MOUs ഉണ്ട് അല്ലേ, എനർജി, ട്രേഡ്, ഡിജിറ്റൽ കണക്ടിവിറ്റിയുടെ ഒക്കെ പേരിൽ. അപ്പോൾ വേണമെങ്കിൽ ഇവിടുന്ന് ചോദിക്കാൻ സാധ്യതയുള്ള നമ്മുടെ പ്രധാനമന്ത്രിക്ക് ഏതൊക്കെ രീതിയിലുള്ള അവാർഡുകൾ കിട്ടിയിരുന്നതാണ്. ഓക്കെ, ഇപ്പോൾ ഭൂട്ടാൻ നോക്കുകയാണെങ്കിൽ എന്താണ്, ഓർഡർ ഓഫ് ദ ഡ്രങ്ക് ക്യാപ്പാണ് കിട്ടിയത്. ഓക്കെ, ഫസ്റ്റ് ഫോറിനറാണ് ഇത് കിട്ടിയ ആദ്യത്തെ ഫോറിനറാണ് ആര്? നരേന്ദ്രമോദി. ഇനി പലസ്തീൻ ആണെങ്കിൽ എന്താണ്, ഗ്രാൻഡ് കോളർ ആൻഡ് ദി സ്റ്റേറ്റ് ഓഫ് പലസ്തീൻ അവാർഡാണ് ഹയസ്റ്റ് അവാർഡ് ഓഫ് ഫോറിൻ ഡിഗ്നിറ്ററീസിന് കൊടുക്കുന്നതാണ് 2018. റഷ്യ എന്നാണെങ്കിൽ ഓർഡർ ഓഫ് സെൻറ്റ് ആൻഡ്രൂ അവാർഡാണ് ഹയസ്റ്റ് സിവിലിയൻ ഹോണർ ഓഫ് ദ കൺട്രിയാണ് 2019. അഫ്ഗാനിസ്ഥാനിൽ കിട്ടിയതാണ് സ്റ്റേറ്റ് ഓർഡർ ഓഫ് ഗാസി അമീർ അബ്ദുള്ള ഖാൻ, ഹയസ്റ്റ് സിവിലിയൻ ഹോണറാണ് 2016. ആൻഡ് സൗദി അറേബ്യയിലാണെങ്കിൽ എന്താണ്, ഓർഡർ ഓഫ് ദ അബ്ദുൽ സീദ് അൽ സെയ്ദ് അവാർഡാണ് ഹയസ്റ്റ് സിവിലിയൻ ഹോണർ ആൻഡ് നെയ്മഡ് ആഫ്റ്റർ ദ ഫൗണ്ടർ ഓഫ് മോഡേൺ സൗദി സ്റ്റേറ്റ് 2016. UAE എന്ന് കിട്ടിയത് ഏതാണ്, ഓണർ ഓഫ് സയ്യിദ് അവാർഡാണ് എന്താണ് ഹയസ്റ്റ് ഡിക്കോറേഷൻ ഓഫ് ദ UAE അവാർഡ് ടു ദ കിങ്സ്, പ്രസിഡൻസ് ആൻഡ് ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് 2019. ഇനി മാൽഡീവ്സ് എന്നാണെങ്കിൽ എന്താണ്, ഓർഡർ ഓഫ് ദ ഡിസ്റ്റിംഗ്വിഷ്ഡ് റൂൾ ഓഫ് നിസാൻ ഇസ്വാദുള്ളാണ് ദ ഹയസ്റ്റ് ഹോണർ അവാർഡ് ഓഫ് ദി ഫോറിൻ ഡിഗ്നിറ്ററീസ് 2019. സൗത്ത് കൊറിയ എന്നാണെങ്കിൽ സ്യൂൾ പീസ് പ്രൈസ് ആണ് എന്താണ് അവാർഡ് ഫോർ കോൺട്രിബ്യൂഷൻസ് ടു ദി ഹാർമണി ഓഫ് മാൻകിൻ ഹോണർ ദ PM ഓഫ് മോഡി നോമിസ് വിച്ച് റെഡ്യൂസ്ഡ് സോഷ്യൽ ആൻഡ് എക്കോണമിക് ഡിസ്പാരിറ്റി 2018. USA എന്നതാണ് ലീഗൻ ഓഫ് മെറിറ്റ് ആണ് എന്താണ് ഗവൺമെൻറ് ഹെഡ്സിന് കൊടുക്കുന്നതാണ്. എന്താണ് ഗിവൻ ഇൻ ദ റിക്കോഗ്നൈസേഷൻ ഓഫ് PM's സ്റ്റേറ്റ് ഫാസ്റ്റ് ലീഡർഷിപ്പ് ആൻഡ് വിഷൻ ഫോർ ദ ഇന്ത്യസ് എമർജൻസ് ആസ് ദ ഗ്ലോബൽ പവർ 2020 ഈ അവാർഡ് കിട്ടിയത്. അപ്പോൾ ഇത്തരം അവാർഡുകൾ അതെന്തിനു വേണ്ടി കിട്ടിയതാണ് എന്നുള്ള കാര്യം എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വയ്ക്കുക. ക്ലിയർ. നെക്സ്റ്റ് വണ്ണാണ് പ്ലാസ്റ്റിക്സ് വേസ്റ്റ് മാനേജ്മെൻറ്റ് അമെൻമെൻറ്റ് റൂൾസ് 2024. എന്താണ്, ദ മിനിസ്ട്രി ഓഫ് എൻവയോൺമെൻറ്റ് ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് ഓഫ് ഇന്ത്യ ഹാസ് റീസെൻ്റ്ലി ഇൻട്രൊഡ്യൂസ്ഡ് അമെൻമെൻറ്റ്സ് ടു ദി പ്ലാസ്റ്റിക് വേസ്റ്റ് മാനേജ്മെൻറ്റ് റൂൾസ് 2016 ത്രൂ ദി പ്ലാസ്റ്റിക് വേസ്റ്റ് മാനേജ്മെൻറ്റ് റൂൾസ് 2024. അതായത് നിലവിലെ പ്ലാസ്റ്റിക് വേസ്റ്റ് മാനേജ്മെൻറ്റ് റൂൾസ് 2016 അമെൻമെൻറ്റ് കൊണ്ടുവന്നിട്ടുണ്ട് 2024. ഓക്കെ, ഇതിൽ പ്രധാനമായിട്ട് നമ്മൾക്കൊണ്ട് ഏതൊക്കെ പ്ലാസ്റ്റിക്കുകളാണ് റീസൈക്കിളബിൾ എന്നുള്ളതാണ്. അതിൽ ഈ PET, അതായത് എന്താണ് പോളിട്രെയിൻ അല്ലേ, ഈ പ്ലാസ്റ്റിക്കുകൾ ഇതെന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്, പ്ലാസ്റ്റിക് ബോട്ടിൽസൊക്കെ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ക്ലിയർ ആൻഡ് സ്ട്രോങ് ലൈറ്റ് വെയിറ്റ് ആണ്, റീസൈക്കിൾ ചെയ്യാൻ പറ്റുമോ? യെസ്. പിന്നെ വരുന്നതാണ് ഇത് ഹൈ ഡെൻസിറ്റി പോളിട്രെയിൻ. ഇത് മിൽക്ക് കണ്ടെയ്നേഴ്സ്, ക്ലീനിങ് ഏജൻസ്, ഷാംപൂ ബോട്ടിൽസ്, ബ്ലീച്ചിനൊക്കെ ഉപയോഗിക്കുന്നതാണ്. സ്റ്റിഫ് ആൻഡ് ഹാർഡ് വെയറിങ് ഹാഡ് ടു ബ്രേക്ക് ഡൗൺ ദി സൺലൈറ്റ്. ഇതും എന്താണ് റീസൈക്കിൾ ചെയ്യാൻ പറ്റും. പിന്നെ വരുന്നതാണ് PVC, പ്ലാസ്റ്റിക് പൈപ്പിന് മറ്റു കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇതെന്താണ് ഒന്നും കൂടി റിജിഡാണ്, പക്ഷേ എന്ത് ചെയ്യാൻ പറ്റില്ല, ഓഫ്റ്റൻ നോട്ട് റീസൈക്കിളബിൾ ഡ്യൂ ടു കെമിക്കൽ പ്രോപ്പർട്ടീസ് ഉള്ള കാരണം റീസൈക്കിൾ ചെയ്യാൻ പോസിബിൾ അല്ല. പിന്നെ വരുന്നതാണ് ലോ ഡെൻസിറ്റി പ്ലാസ്റ്റിക് ബാഗ്സ്, ഫുഡ് റാപ്പറിങ്ങിനൊക്കെ ഉപയോഗിക്കുന്നതാണ്. ഇത് ലൈറ്റ് വേസ്റ്റ് ആണ്, ലോ കോസ്റ്റ് ആണ്, പക്ഷേ എന്ത് ചെയ്യാൻ പറ്റില്ല, റീസൈക്കിൾ ചെയ്യാൻ പറ്റില്ല. പിന്നെ വരുന്നതാണ് പോളിപ്രോപ്പൈൻ. 5 കാറ്റഗറി ബോട്ടിൽ, ലിക്വിഡ്സ്, ഫ്ലഡ്, ട്യൂബ്സ്, ഫർണിച്ചർ, ഹൗസ്, മെഡിക്കൽ, റോപ്പിനൊക്കെ ഉപയോഗിക്കുന്നതാണ്. ഓഫ്റ്റൻ നോട്ട് റീസൈക്കിളബിൾ, അവൈലബിൾ ഇൻ സം ലൊക്കേഷൻസ്, ചെക്ക് ലോക്കൽ റീസൈക്ലിങ്ങിന് മാത്രമാണ് പോസിബിൾ. പിന്നെ വരുന്നതാണ് ഇത് പോളിസ്ട്രെയിൻ, ഫുഡ് ടേക്ക് അവേ കണ്ടെയ്നേഴ്സ്, പ്ലാസ്റ്റിക് ക്യാരി ബാഗ്സ് ഒക്കെയാണ് ലൈറ്റ് വെയിറ്റ് ആണ്, റീസൈക്കിൾ ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ എന്താണ് പിന്നെ വരുന്നതാണ് അതർ പ്ലാസ്റ്റിക്, വാട്ടർ കൂളേഴ്സ്, ബോട്ടിൽ, ബേബി കപ്സ് ഒക്കെ വരുന്നത്. ഇതും എന്ത് ചെയ്യാൻ പറ്റില്ല, റീസൈക്കിൾ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് റീസൈക്കിൾ ചെയ്യാൻ പറ്റുക എന്നുള്ളത് മാത്രം എന്ത് ചെയ്താൽ മതി, നമ്മൾ നോക്കി വെച്ചാൽ മതി. കൂടാതെ അതിൻ്റെ പോളിമർ എന്താണെന്നുള്ള കാര്യം കൂടി എന്ത് ചെയ്യണം, നമ്മൾ നോക്കിയിരിക്കണം. ക്ലിയർ. നെക്സ്റ്റ് വണ്ണാണ് ഇന്ത്യസ് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ട്രെൻഡ്സ് ആണ് എന്ത് ചെയ്യുന്നത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് പലവട്ടം നമ്മൾ പറയുകയാണ് എന്താണ് FDI, എന്താണ് FPI. അത് വീണ്ടും നമ്മൾ പറയില്ല. ഇവിടെ നമ്മൾ പറയുന്നത് എന്താണ്, ദ ഫൈനാൻസ് മിനിസ്ട്രി നിലവിൽ എന്ത് ചെയ്തിട്ടുണ്ട്, കോംപ്രഹെൻസീവ് റിവ്യൂ ഷെഡിംഗ് ലൈറ്റ് ഓഫ് ഇന്ത്യസ് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ലാൻഡ്സ്കേപ്പ് റിവൈലിംഗ് ബോത്ത് ഡെഡ് ലൈൻ ആൻഡ് ഹോപ്പ്ഫുൾ പ്രോസ്പെക്ട്സ്. അതിനെക്കുറിച്ച് എന്ത് ചെയ്തിട്ടുണ്ട്,
ദ ഫൈനാൻസ് മിനിസ്റ്റർ ഭാഗത്ത് നിന്ന് എഴുതിയിട്ടുണ്ട്, റിലീസ് ചെയ്തിട്ടുണ്ട്. അതാണ് ഇത് കറണ്ട് അഫെയറായി വരാനുള്ള ഒരു കാരണം എന്ന് വിളിക്കുന്നത്. ഇന്ത്യയുടെ FDI ഇൻഫ്ലോ എന്ന് പറയുന്നത് എന്താണ്? 31% USD, അതായത് 25.5 മില്യൺ എന്ത് ചെയ്തിട്ടുണ്ട്, മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് നിലവിലെ ന്യൂസ്. അതായത് എന്താണ്, ഓവറോൾ ഗ്ലോബൽ FDI ഫ്ലോസ് 3% ഓഫ് ദ എസ്റ്റിമേറ്റഡ് $1 trillion in 2023, but flows developing countries fell by 9% due to economic uncertainty and higher interest rate. അതാണ് വ്യത്യാസം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ while modest increase in the global FDI flows anticipated in 2024, significant risk remain including geopolitical tension, high debt levels and global economic uncertainties. ഏകദേശം 65% ഓഫ് ഇന്ത്യൻ എന്താണ് FDI ഇക്വിറ്റി ഫ്ലോസിലാണ് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റുക. ലൈക്ക് ഡ്രഗ്സ് അല്ലെങ്കിൽ ഫാർമസ്യൂട്ടിക്കൽസ്, കൺസ്ട്രക്ഷൻസിലൊക്കെയാണ് കാണാൻ പറ്റുക. അതുപോലെ തന്നെ നോൺ കൺവെൻഷണൽ എനർജി. The Netherlands, Singapore, Japan, USA and Mauritius accounted for the approximately 7% of the total FDI liquidity inflow into India എന്നുള്ള നോട്ട് ചെയ്ത് വയ്ക്കുക. ചിലപ്പോൾ ചോദിക്കാം ഏറ്റവും കൂടുതൽ ആൾക്കാന്നൊക്കെ. നെക്സ്റ്റ് വൺ ആണ് ഇത് കറണ്ട് അഫെയർ ആണ്. ഇന്ത്യ ചൈന ബോർഡർ അഫെയർസ്. എന്താണ്? റീസെൻ്റ്ലി ഇന്ത്യ ആൻഡ് ചൈനീസ് ഡിപ്ലോമാറ്റ് കൺവെൻറ്റഡ് ഫോർ ദി 29th മീറ്റിംഗ് ഓഫ് ദി വർക്കിംഗ് മെക്കാനിസം ഫോർ ദ കൺസൾട്ടേഷൻ ആൻഡ് കോർഡിനേഷൻ WMCC on India-China border affairs in Beijing, marking a significant development aimed at ongoing tensions along the line of actual control. ഇതാണ് ഇത് ന്യൂസിൽ വരാനുള്ളൊരു കാരണം. അതുപോലെ തന്നെ എന്താണ് പറയുന്നത്, ബോത്ത് സൈഡ്സ് ആർ എഗ്രീഡ് മെയിൻറ്റെയിൻ റെഗുലർ കോൺട്രാക്ട് ടു ഡിപ്ലോമാറ്റിക് ആൻഡ് മിലിറ്ററി ചാനൽസ്. അതുപോലെ രണ്ട് സൈഡിൽ നിന്നും ഇന്ത്യ എന്നും ചൈന എന്നും പറഞ്ഞിട്ട് എന്ത് ചെയ്യണം, രണ്ടുപേരും എന്ത് ചെയ്യണം, ഒരു റെഗുലർ കോൺട്രാക്ട് മെയിൻറ്റെയിൻ ചെയ്യണം. അതുപോലെ തന്നെ എന്താണ്, ഇന്ത്യ ചൈന ബോർഡർ മൊത്തം എന്തല്ല, ഡിമാർക്കേറ്റഡ് അല്ല. അതുപോലെ തന്നെ എന്താണ്, രണ്ട് സൈഡിൽ നിന്നും ടെൻഷൻസ് ഉണ്ടാവാറുണ്ട്. ഈ ലൈനിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ. ഈ പേര് ഓർത്ത് വയ്ക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആയ പേരാണ് ഇത്, ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ജസ്റ്റ് ഏതൊക്കെ രാജ്യങ്ങളുമായിട്ടാണ് ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ ഷെയർ ചെയ്യുന്നത്, ഓക്കെ, ഇതിൻ്റെ വെസ്റ്റേൺ സെക്ടർ എത്രയും, മിഡിൽ സെക്ടർ എത്രയും, ഈസ്റ്റേൺ സെക്ടർ എത്രയും എന്നൊക്കെ എന്ത് ചെയ്ത് നോട്ട് ചെയ്ത് വയ്ക്കുക. ക്ലിയർ? നെക്സ്റ്റ് വൺ ആണ് ഇത്, റിവൈറിങ് കോറൽ റീഫ്സ് വിത്ത് ഗുഡ് സൗണ്ട്സ് എന്ന് വിളിക്കുന്നത്. എന്താണ്? എ സ്റ്റഡി വാസ് പ്രസൻറ്റഡ് ദാറ്റ് എക്സാമിൻ ദി യൂസ് ഓഫ് ഹെൽത്തി റീഫ് സൗണ്ട്സ്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഇത് ന്യൂസിൽ വരാൻ കാരണം. ഓക്കെ, എന്താണ് കോറൽ റീഫ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ലാർജ് അണ്ടർ വാട്ടർ സ്ട്രക്ചർ മെയ്ഡ് ഓഫ് സ്കെൽട്ടൺ ആൻഡ് കൊളോണിയൽ മെയിൻ ഇൻ്റർബാറ്റ്സ് ആൻഡ് കോറൽ ഇൻഡ്യൂരി കോൾഡ് പ്ലോപ്പ്. ഇതിൻ്റെ സിംബോളിറ്റിക് റിലേഷൻഷിപ്പ് എന്താണ്? ആൽഗെ അതുപോലെ തന്നെ സൂണായിട്ട് എന്ത് ചെയ്യുന്നു, ഇത് കണക്ട് ചെയ്ത് കിടക്കുന്നു. ഏകദേശം 25% മറൈൻ ഡൈവേഴ്സിറ്റിയാണ്. ഹാർഡ് കോറൽ ആൻഡ് സോഫ്റ്റ് കോറൽ. ഹാർഡ് കോറൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? റിജിഡ് സ്കെൽട്ടൺ മെയ്ഡ് ആണ് ഓഫ് CaCO3 റീഫ്സ് ബിൽഡിംഗ് ആണ്. സോഫ്റ്റ് കോറൽസ് എന്ന് പറഞ്ഞാൽ നോൺ റീഫ് ബിൽഡിംഗ് ആണ്. ഇനി ഗ്രേറ്റ് ബാരിയർ റീഫ്, അത് ഓസ്ട്രേലിയയാണ് കാണപ്പെടുന്നത്, ലാർജസ്റ്റ് കോറലാണ്. ഇതൊരു 1981 മുതൽ വേൾഡ് ഹെറിറ്റേജ് സൈറ്റാണ്. എൻഡേഴ്സ് മാസ് ആൻഡ് കോറൽ ബ്ലീച്ചിങ്. ഇനി ഇന്ത്യയിലാണെങ്കിൽ ഏതൊക്കെയാണ്? പ്രസൻറ്റ് ഇൻ ഏരിയാസ് ഗൾഫ് ഓഫ് കച്ച്, ഗൾഫ് ഓഫ് മാനർ, ആൻഡമാൻ നിക്കോർ, ലക്ഷദ്വീപ് ഐലാൻഡ്, മാൽഡീവിലൊക്കെയാണ് ഇത് കാണുന്നത്. ഇനി ഇതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? കോറൽ റീഫ്സ് പ്രൊട്ടക്ട് കോസ്റ്റ് ലൈൻ ഫ്രം ദ സ്ട്രോംസ്, ഇറോഷൻ, പ്രൊവൈഡ് ജോബ്സ് ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ റീക്രിയേഷൻ, അതുപോലെ തന്നെ സോഴ്സസ് ഓഫ് ഫ്ലഡ്, ഫുഡ്, മെഡിസിൻസ്, ഇതൊക്കെ ഇതിൻ്റെ ഭാഗമാണ്. ഇനി ഇതിൻ്റെ ത്രെട്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? ടെമ്പറേച്ചർ, സെഡിമെൻറ്റ് ഡിപ്പോസിറ്റം, സലിനിറ്റി, pH എക്സെട്ര. അതുപോലെ തന്നെ വരുന്നത് എന്താണ്? ആന്ത്രോപോജനിക്ക് നോക്കുകയാണെങ്കിൽ എന്താണ്? മൈനിങ്, ബോട്ടം, ഫിഷിംഗ്, ടെററിസം, പൊല്യൂഷനൊക്കെ എന്താണ്? ഇതിൻ്റെ ത്രെറ്റ്സ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ കണക്കാക്കുന്നത്. ഇനി കോറൽ ബ്ലീച്ചിങ്ങിലേക്ക് പോവുകയാണെങ്കിൽ എന്താണ്? കോറൽ അണ്ടർ സ്ട്രെസ്, അതായത് എന്താണ്? എക്സ്പീൽ ആൽഗെ, അതായത് എന്താണ്? ദസ് ടേണിങ് വൈറ്റ്, ബ്ലീച്ച്ഡ് ആയിരിക്കും. അതുപോലെ തന്നെ ബ്ലീച്ച്ഡ് കോറൽസ് എന്ന് പറയുന്നത് എന്താണ്? നോട്ട് ഡെഡ് ആണ്, ബട്ട് മോർ റിസ്ക് ആൻഡ് സ്റ്റാർവേഷൻ ആണ്. ഇതിനു വേണ്ടി കൊണ്ടുവന്ന ഇനീഷ്യേറ്റീവ്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? ഒന്ന് ടെക്നോളജിയുമായി ബന്ധപ്പെട്ട് ക്രോമെഷ്, സ്റ്റോറേജ് ഓഫ് കോറൽ ലാർജ് -996°C can be later reintroduced in the wild. അതുപോലെ തന്നെ എന്താണ്? വൈറോ റോക്ക് ആണ്, ക്രിയേറ്റിംഗ് ആർട്ടിഫിഷ്യൽ റീഫ്സ് ഓൺ വിച്ച് കോറൽ ക്യാൻ ഗ്രോ റാപ്പിഡ്ലി. ആൻഡ് ഗ്ലോബലി കൊണ്ടുവന്നാണ് ഇത് ഇൻ്റർനാഷണൽ കോറൽ റീഫ് ഇനീഷ്യേറ്റീവ്, അതുപോലെ തന്നെ ദ ഗ്ലോബൽ റീഫ് R&D ആക്സിലേറ്റർ പ്ലാറ്റ്ഫോം എന്നൊക്കെ വിളിക്കുന്നത്. ക്ലിയർ? അതുപോലെ തന്നെ UN സ്പെഷ്യലൈസ്ഡ് ഏജൻസീസ് ആണ് അടുത്ത ന്യൂസ്. എന്താണ് UN സ്പെഷ്യലൈസ്ഡ് ഏജൻസി ന്യൂസിൽ വരാനുള്ളൊരു കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? ദ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഇൻട്രൊഡ്യൂസ് എ ന്യൂ ഇനിഷ്യേറ്റീവ് കൊറോണ വൈറസ് നെറ്റ്വർക്ക് കോവിനെറ്റ് എയിംഡ് അറ്റ് എൻഹാൻസിംഗ് ദ ഗ്ലോബൽ സർവൈലൻസ് റെസ്പോൺസ് ക്യാപ്പബിലിറ്റീസ് എഗെയിൻസ്റ്റ് ദി കൊറോണ വൈറസ്. ഇതാണ് ന്യൂസിൽ വരാനുള്ളൊരു കാരണം.
ഇനി UN സ്പെഷ്യലൈസ്ഡ് ഏജൻസി ഏതൊക്കെയെന്ന് ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് സ്പെഷ്യലൈസ്ഡ് ഏജൻസീസിൽ വരുന്നത് എന്താണ് UNSC ആർ ദ 15 ഓട്ടോണമസ് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ വർക്കിംഗ് വിത്ത് UN. നമുക്ക് നോക്കാം. 1919 ട്രീറ്റി ഓഫ് വേഴ്സൈൽസിലാണ് ഇത് വരുന്നത്. ദ ഓൺലി ട്രൈബ് ഗവൺമെൻറ് ട്രേഡ് യൂണിയൻസ് എംപ്ലോയീസ് വരുന്നത് UNSA വരുന്ന ഹെഡ് ക്വാർട്ടേഴ്സ് അവിടെ ജനീവ സ്വിറ്റ്സർലാൻഡ്. ഫംഗ്ഷൻസ് എന്താണ് സെറ്റ് ലേബർ സ്റ്റാൻഡേർഡ്, ഡെവലപ്പ് പോളിസീസ്, പ്രൊമോട്ടിംഗ് ഡീസൻറ്റ് ആൻഡ് വർക്ക്. 187 രാജ്യങ്ങളാണ് ഇതിലുള്ള. ഇന്ത്യ എന്താണ് ഒരു ഫൗണ്ടിങ് മെമ്പറാണ്. പിന്നെ വരുന്നതാണ് ഇൻ്റർനാഷണൽ ലേബർ കോൺഫറൻസ്. ഇത് ആനുവലി ജനീവയിൽ മീറ്റ് ചെയ്യാറുണ്ട്. ഇൻ്റർനാഷണൽ പാർലമെൻറ്റ് ഓഫ് ലേബർ ആണ്. അതുപോലെ തന്നെ വരുന്നതാണ് ILO ഡിക്ലറേഷൻ ഓഫ് ഫണ്ടമെൻ്റൽ ഓഫ് പ്രിൻസിപ്പിൾ ആൻഡ് റൈറ്റ് ഓഫ് വർക്ക് 1998. ഇതിൻ്റെ ഫംഗ്ഷൻസ് ഒന്നും അങ്ങനെ നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല, ഇമ്പോർട്ടൻ്റ് അല്ല. അതുപോലെ തന്നെ വരുന്നതാണ് WHO 1948 സ്ഥാപിതമായി. ഹെഡ് ക്വാർട്ടേഴ്സ് അവിടെ ജനീവ സ്വിറ്റ്സർലാൻഡിൽ. പിന്നെ വരുന്നതാണ് ITU. ഇത് 1865 സ്ഥാപിതമാവുന്നത്. അതുപോലെ തന്നെ ചിലപ്പോൾ ചോദിക്കാറുണ്ട് WHO റീജിയണൽ ഓഫീസ് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് സൗത്ത് ഈസ്റ്റ് ഇന്ത്യ ആണെങ്കിൽ ന്യൂഡൽഹിയിലാണത് കാണപ്പെടുന്നത്. അതുപോലെ തന്നെ വേൾഡ് ഹെൽത്ത് അസംബ്ലി എവിടെയാണ് ഇത് WHO ഡിസിഷൻ മേക്കിംഗ് ബോഡിയാണ്, ജനീവയിലാണ് കണ്ടക്ട് ചെയ്യാറ്. ഓക്കെ, ഇനി ITUവിൻ്റെ മെമ്പർ സ്റ്റേറ്റ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യ അടക്കം 193 രാജ്യങ്ങളാണ്. ഇന്ത്യ 1952 മുതൽ എന്താണ് ഒരു റെഗുലർ മെമ്പറാണ്. ഇവരുടെ ഇമ്പോർട്ടൻറ്റ് പബ്ലിക്കേഷനാണ് ഇത് ഗ്ലോബൽ സൈബർ സെക്യൂരിറ്റി ഇൻഡെക്സ് എന്നുള്ള പേരിൽ എന്ത് ചെയ്യുന്നത് അറിയപ്പെടുന്നത്. നെക്സ്റ്റ് വൺ ആണ് നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ. എന്താണ് നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ ന്യൂസിൽ വരാനുള്ള കാരണം? സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ റിപ്പോർട്ട് എന്ത് ചെയ്തിട്ടുണ്ട് നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ സമർപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, അതാണ് ഇത് ന്യൂസിൽ വരാനുള്ള ഒരു കാരണം. ഇനി എന്താണ് നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ? 2010 ഒക്ടോബറിലാണ് എന്ത് ചെയ്യുന്നത് ഇത് സ്ഥാപിതമാവുന്ന നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ ആക്ട് പ്രകാരം. അതായത് ഫോറസ്റ്റുകൾ അല്ലെങ്കിൽ പ്രകൃതിയൊക്കെ സംരക്ഷിക്കുക എന്നുള്ളതാണ് ആരുടെ ലക്ഷ്യം? നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ ലക്ഷ്യം. ഇതിൻ്റെ കറൻ്റ്ലി ന്യൂഡൽഹി സെർവ്സ് ആസ് ദ പ്രിൻസിപ്പൽ പ്ലേസ്. അതായത് നിലവിൽ ഇത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ന്യൂഡൽഹിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൂടാതെ ഭോപ്പാൽ, പൂനെ, കൊൽക്കത്ത, ചെന്നൈ തുടങ്ങിയ സ്ഥലങ്ങളിൽ എന്ത് ചെയ്യാൻ പറ്റും? ഇവരുടെ ട്രൈബ്യൂണൽസ് നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളതാണ്. ഇതിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ചെയർപേഴ്സൺ എന്ന് പറയുന്നത് നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണലിലെ ചെയർപേഴ്സൺ എന്ന് വിളിക്കുന്ന ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ഇദ്ദേഹമാണ് ഇതിനെ ഹെഡ് ചെയ്യുക. അതുപോലെ തന്നെ ഇതിൻ്റെ പ്രിൻസിപ്പൽ ബെഞ്ചിൽ എന്താണ് മിനിമം 10 ആളുകൾ ഉണ്ടാവും. അതുപോലെ തന്നെ 20 കൂടുതൽ ജുഡീഷ്യൽ അംഗങ്ങളും ഇതിൻ്റെ ഭാഗമാണ്. ഇതിൽ ചെയർപേഴ്സണെ അപ്പോയിൻറ്റ് ചെയ്യുന്ന ആരാണ്? സെൻട്രൽ ഗവൺമെൻറ്റാണ് അപ്പോയിൻറ്റ് ചെയ്യുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക കാണാൻ പറ്റുക. ആരോട് കൺസൾട്ട് ചെയ്ത ശേഷം? ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയോട് കൺസൾട്ട് ചെയ്ത ശേഷം. അതുപോലെ തന്നെ നോമിനേഷൻ കൊടുക്കുന്ന എന്താണ് ഒരു സെലക്ഷൻ കമ്മിറ്റിയാണ്. ആളുകൾ സെൻട്രൽ ഗവൺമെൻറ് ടു അപ്പോയിൻറ്റ് ദ ജുഡീഷ്യൽ മെമ്പേഴ്സ് ആൻഡ് എക്സ്പേർട്ട് മെമ്പേഴ്സ് അടങ്ങുന്ന ഒരു കമ്മിറ്റിയാണ്. ഇതിൻ്റെ ലീഗൽ മാൻഡേറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് എൻവിയോൺമെൻറ്റുമായി ബന്ധപ്പെട്ടാണ് ഇവർ കിടക്കുന്നത്. ഓക്കെ, എൻവിയോൺമെൻറ്റൽ റൈറ്റ്സുമായി ബന്ധപ്പെട്ട്, അതായത് പ്രകൃതിക്കെതിരെയുള്ള പ്രശ്നങ്ങളാണ് ആര് പരിഹരിക്കുക? നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ പരിഹരിക്കുന്നതായിട്ടോ അല്ലെങ്കിൽ അതിനെതിരെ കേസ് എടുക്കുന്നതായിട്ടോ എന്ത് ചെയ്യാൻ പറ്റുക നമുക്ക് കാണാൻ പറ്റുക എന്നുള്ളതാണ്. ഓക്കെ, കോഡ് ഓഫ് സിവിൽ പ്രൊസീജിയർ 1908 അണ്ടറിലാണ് എന്ത് ചെയ്യുന്നത് ഇവർ പ്രവർത്തിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ട് ഇവർ കൊണ്ടുവന്ന ഇവരുടെ ഷെഡ്യൂളിൽ പറയുന്ന നിയമങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെയാണ്? ദ വാട്ടർ പ്രിവെൻഷൻ Control of Pollution Act 1974, the Water Prevention and Control of Pollution Cess Act 1977, the Forest Conservation Act 1980, the Air Prevention of Control and Pollution Act 1981, the Environment Protection Act 1986, the Public Liability Insurance Act 1991, the Biological Diversity Act 2002 ഒക്കെ ഇതിൻ്റെ ഭാഗമായിട്ടാണ് എന്ത് ചെയ്യുന്നത് പ്രവർത്തിക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക നമുക്ക് കാണാൻ പറ്റുക എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് വണ്ണാണ് എന്ത് ഗവൺമെൻറ്റ്സ് ഇനീഷ്യേറ്റീവ് റിലേറ്റഡ് ടു എംപ്ലോയ്മെൻറ്റ്. അതായത് എന്താണ് ദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് എന്ത് ചെയ്യുന്നുണ്ട് ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻസ് ചേർന്നൊരു റിപ്പോർട്ട് പുറത്തിറക്കിയിട്ടുണ്ട്, ഇന്ത്യ എംപ്ലോയ്മെൻറ്റ് റിപ്പോർട്ട് 2024. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ന്യൂസ് വന്നിരിക്കുന്നത്. ഇനി എന്തൊക്കെയാണ് ഗവൺമെൻറ് എംപ്ലോയ്മെൻറ്റിനെ കൊണ്ടുവന്നിരിക്കുന്ന ഇനീഷ്യേറ്റീവ്സ് എന്ന് മാത്രമേ നമുക്ക് നോക്കാവുള്ളൂ. എന്തൊക്കെയാണ്? ഒന്ന് സപ്പോർട്ട് ഫോർ മാർജിനലൈസ്ഡ് ഇൻഡിവിജ്വൽസ് ലൈവ്ലിഹുഡ് ആൻഡ് എൻ്റർപ്രൈസസ് മൈൽ. അതുപോലെ തന്നെ PM ദക്ഷ്, അതായത് പ്രധാനമന്ത്രി ദക്ഷ് ഔർ കൗശൽ സമ്പൻ ഹിത്രഗി. അതുപോലെ മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി ആക്ട്. അതുപോലെ തന്നെ പ്രധാനമന്ത്രി കൗശൽ വികാസ് യോജന, സ്റ്റാർട്ടപ്പ് ഇന്ത്യ സ്കീം, റോസ്ഗാർ മേള, ഇന്ദിരാഗാന്ധി അർബൻ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി സ്കീമൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ടാണ് വരുന്നത്. നെക്സ്റ്റ് വണ്ണാണ് കറണ്ട് അഫെയർ ആണ് ഇത്. ഇന്ത്യ ജോയിൻസ് ദ ശ്രീലങ്ക സീ ബെഡ് മൈനിങ് റേസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇതിൽ നമുക്ക് പ്രധാനമായിട്ടും നോക്കാനുള്ള എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് റീസെൻ്റ്ലി ഇന്ത്യ അപ്ലൈഡ് ഫോർ റൈറ്റ് ഓഫ്
ഇന്ത്യൻ ഓഷ്യൻ സീ ബെൽറ്റ് ബിയോണ്ട് ഇറ്റ്സ് ജൂറിസ്ഡിക്ഷൻ. ഇത് ന്യൂസിൽ വരാനുള്ള ഒരു കാരണം എന്ന് വിളിക്കുന്നത്. ഇനി എന്താണ് അസ്നിനി നിക്തൻ സീ മൗണ്ട് എന്ന് വിളിക്കുന്നത്? ഏകദേശം 4000 കിലോമീറ്റർ ആൻഡ് 150 കിലോമീറ്റർ വൈഡിലും കിടക്കുന്നതാണ് ഈ സെൻട്രൽ ഇന്ത്യൻ ബേസിൻ എന്ന് വിളിക്കുന്നത്. ഏകദേശം ഇന്ത്യൻ കോസ്റ്റ് എന്താണ് 3000 കിലോമീറ്റർ. അതുപോലെ തന്നെ ഓഷ്യൻ ഡെപ്ത് എന്ന് ഏകദേശം 4800 കിലോമീറ്റർ ആൻഡ് 1200 മീറ്റേഴ്സ് ദൂരെയാണ് ഇത് കാണാൻ പറ്റുക. ഇവിടെയാണ് എന്ത് ചെയ്യുന്നത്, എക്സ്ട്രാക്ഷൻ നടത്താൻ പോകുന്നത്. ആൻഡ് ഇൻട്രസ്റ്റഡ് പാർട്ടീസ് കൺട്രീസ് മസ്റ്റ് ഫസ്റ്റ് അപ്ലൈ ഫോർ എൻ എക്സ്പ്ലോറേഷൻ ലൈസൻസ് ടു ദി ഇൻ്റർനാഷണൽ സീബെഡ് അതോറിറ്റി, ISSB-യിലാണ് എന്ത് ചെയ്യുന്നത്, ഇതിന് അപ്ലൈ ചെയ്യേണ്ടത്. ഇത് യുണൈറ്റഡ് നേഷൻസ് കൺവെൻഷൻ ഫോർ ദ ലോ ഓഫ് ദ സീ UNCLOS-ൻ്റെ അണ്ടറിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഏകദേശം 60% ഓഫ് ദ വേൾഡ് സീസ് ഇവരുടെ അണ്ടറിൽ വർക്ക് ചെയ്യുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു അതോറിറ്റി മാത്രമേ എന്ത് ചെയ്യേണ്ട ആവശ്യമുള്ളൂ, കറണ്ട് അഫെയർ നോക്കേണ്ട ആവശ്യമുള്ളൂ. ക്ലിയർ? ജസ്റ്റ് നിങ്ങൾ ആ മാപ്പ് എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വെക്കുക. എത്ര മാത്രമേ നമ്മൾ നോക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എന്ത് ചെയ്യാനുള്ളത്, ഈ ആഴ്ചത്തെ കറണ്ട് അഫെയറിൽ നമുക്ക് നോക്കാനുള്ളത്. 23/3/2024 മുതൽ 29/3/2024 വരെ എന്ത് ചെയ്യാനുള്ളത് നമുക്ക് നോക്കാനുള്ളത്. ഓക്കെ, താങ്ക് യു.